ഹലോ, എല്ലാവരും ട്രേഡൊക്കെ എടുത്ത് തുടങ്ങിയോ? റിപ്ലൈ ഒന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരി ബെറ്റർ ആയിരുന്നു. യെസ് 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 യെസ്. ഓക്കെ, എങ്ങനെയുണ്ട് ട്രേഡൊക്കെ എടുത്ത് തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ? എന്താ ഫീൽ ചെയ്യണേ ട്രേഡ് എടുത്ത് ഞാൻ തുടങ്ങിയിട്ട്? ആ, ഞാൻ പറയൂ. കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് യെസ്. ഓ, ബാച്ചിലുള്ള ഫസ്റ്റ് ഉണ്ടായിരുന്നു. ബാച്ചിലെ. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ അത് ഓക്കെ ബട്ട് അപ്പൊ കുറച്ച് അത്ര ബെറ്റർ ആയിരുന്നില്ല. ഇപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയി. ഓക്കെ. ഇപ്പൊ ട്രേഡ് വെച്ചിലൂടെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി അല്ലേ? മനസ്സിലായി. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്രേഡൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങി അല്ലേ? ആ അത് ഓക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ പക്ഷെ ഫൈൻ. ഫെയിൽഡ് ആയിരുന്നു. ഓക്കെ കുറെ കുറെ അല്ല, ചെറിയ റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും ഒരു $10-20 താഴും. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ 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 ഓക്കെ. ടെക്നിക്കൽ പരമായിട്ട് നിങ്ങളിപ്പോൾ എല്ലാവരും ഹാപ്പിയാണോ? ഈ ഒരു ബാച്ച് ടു ഷാഫ് എടുത്ത ക്ലാസ് വെച്ചിട്ട് നിങ്ങൾ ടെക്നിക്കൽ പരമായിട്ട് നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ? ആ ഹാപ്പി. അതെ ബ്രോ. ആ ഓക്കെ ഓക്കെ നന്നായിട്ട് ഫൈൻ ഫൈൻ. മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. നിങ്ങൾക്കത് സ്വന്തമായിട്ട് മാർക്കറ്റിൽ അനലൈസ് ചെയ്യാൻ പറ്റണല്ലേ? ആ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ ട്രേഡ് ബാക്ക് ടെസ്റ്റ് ബാക്ക് ചെയ്യുമ്പോൾ ഒക്കെ ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് ചെയ്യുമ്പോൾ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ലൈവ് ഇരിക്കാറുണ്ട് അല്ലേ? ഓക്കെ ലൈവ് ഇരിക്കാണ്ട്. പക്ഷെ ഓക്കെ ധൈര്യം വരാറില്ല, അതാണ് പ്രശ്നം. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ, വിചാരിക്കണ മാതിരി തന്നെ പോവാന്നുള്ള ഒരു ധൈര്യം കൊണ്ട് കിട്ടൂല. അതുകൊണ്ട് മനസ്സിലായി മനസ്സിലായി. ട്രേഡ് ഓക്കെ ഇടാൻ ഓക്കെ പേടിയാണ്. ഓക്കെ ഫൈൻ. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങളെ ടെക്നിക്കൽ പരമായിട്ടുള്ള നോളജ് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞു. SMC എന്നുള്ളതായിരുന്നു നിങ്ങളുടെ കോൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം. അതിൽ കംപ്ലീറ്റ്ലി A to Z കാര്യങ്ങൾ, SMC എന്നുള്ള കോൺസെപ്റ്റിൻ്റെ അകത്തുള്ള A to Z കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ ഡെലിവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി കാണേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ശരിയാക്കാൻ പോവേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സൈക്കോളജിയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു 14ാമത്തെ സെഷൻ, 15ാമത്തെ സെഷനാണെന്ന് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ 14ാമത്തെ സെഷൻ വരെ നിങ്ങളെ കംപ്ലീറ്റ്ലി എന്തായിരുന്നു, നിങ്ങളെ ടെക്നിക്കൽ എഡ്ജുകൾ എന്തായി, നിങ്ങൾ ഓക്കെ ആയി. SMC എന്ന കോൺസെപ്റ്റിനകത്തുള്ള ടെക്നിക്കൽ എഡ്ജുകൾ നിങ്ങളിൽ പക്കയായി. പക്ഷേ ഈ ഒരു ടെക്നിക്കൽ എഡ്ജ് വന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങളൊരു ട്രേഡർ ആവും എന്ന് ഉറപ്പില്ല. ഉറപ്പെന്നല്ല, വേറെ ആകൂല. വേറെ കളർ ആ, ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാം. ആ, മൈക്ക് ഒന്ന് വേറെ മ്യൂട്ട് ചെയ്യാം. കളർ ഇത് മറ്റേ ആക്കടാ ആ എന്ത് റിയൽമി മാത്രമാവൂ. ആ ബ്രോ ഒന്ന് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ എഡ്ജ് എന്നുള്ളൊരു സ്കീം വന്നു. നിങ്ങൾക്ക് ടെക്നിക്കൽ എഡ്ജ് ഉണ്ട്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം വന്നു. നിങ്ങൾ ഓക്കെ ഫൈൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ മാർക്കറ്റ് പോകുന്നുണ്ട്, എല്ലാം എല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ മാർക്കറ്റ് എല്ലാ കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്ന് വെച്ച് മാത്രം നിങ്ങൾ ഒരിക്കലും ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവൂല. നിങ്ങൾ ടെക്നിക്കൽ എഡ്ജിൻ്റെ കൂടെ തന്നെ വ്യക്തമായിട്ടുള്ള ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. വ്യക്തമായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ഉണ്ടാവണം. അതേപോലെ തന്നെ എന്തും വേണം, സൈക്കോളജി. ഓരോന്ന് പറയുന്നത് നമുക്ക് പറയാം. ഈ മൂന്നും ഒത്തുചേർന്നാൽ മാത്രമേ നിങ്ങൾ എന്തിലേക്ക് ഒരു കൺവേർട്ട് ആവൂ എന്നുള്ളതാണ് അർത്ഥം. നിങ്ങളൊരു പ്രോ ആയിട്ടുള്ള ഒരു ട്രേഡറായി, അല്ലെങ്കിൽ ട്രേഡർ എന്ന ലേബലിൽ നിങ്ങൾ അറിയപ്പെടുകയുള്ളൂ. ക്ലിയർ ആയോ? ഇത് ഇച്ചിരി ബോറിംഗ് ആയിരിക്കും സെഷൻ, കാരണം പ്രത്യേകിച്ച് ചാർട്ടിലൊന്നും കാണിക്കാനില്ല. ഒരു സൈക്കോളജി പരമായിട്ടുള്ള ക്ലാസ്സാണ്, കാര്യങ്ങളാണ്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഇൻറ്റഗ്രൽ പാർട്ടാണ് ട്രേഡിംഗ് ജേണിയിലെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വളരെ പൊതുവായിട്ട് തന്നെ നോക്കി കാണുക, കേൾക്കുകയും ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇച്ചിരി ഇൻട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി രസമായേനെ ക്ലാസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ വ്യക്തമായിട്ടുള്ള ടെക്നിക്കൽ എഡ്ജ് നിങ്ങൾക്കുണ്ടായിരിക്കണം, വ്യക്തമായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾക്കുണ്ടായിരിക്കണം, വ്യക്തമായിട്ടുള്ള സൈക്കോളജി ആസ്പെക്ട്സുടെ മൂന്നും ഒത്തിണങ്ങി വരുമ്പോഴാണ് നിങ്ങൾ ട്രേഡർ എന്ന് പറയുന്ന ഒരു ലേബലിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ കറന്റ് SMC വെച്ചാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, SMC എന്ന കോൺസെപ്റ്റ് ആണ് നിങ്ങൾ പഠിച്ചത്. ആ SMC കോൺസെപ്റ്റ് പ്രകാരം നിങ്ങൾ ടെക്നിക്കൽ എഡ്ജിൽ എന്താണ്, പക്കയാണ്. പക്കയല്ലേ? ഓക്കെ അല്ലേ? അതെ ബ്രോ അതെ. ഓക്കെ. ഇനി നിങ്ങൾ റിമൈനിങ് ആയിട്ട് നിങ്ങൾ നോക്കിക്കാണേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ റിസ്ക് മാനേജ്മെന്റും സൈക്കോളജിയും. ആദ്യം തന്നെ നമുക്ക് എന്തിലേക്ക് വരാം, നിങ്ങളുടെ സൈക്കോളജി കേസിലേക്ക് വരാം. ഈ സൈക്കോളജി എങ്ങനെയാണ് ട്രേഡിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്തൊക്കെ ഐഡിയാസ് ഉണ്ട്, ഒന്ന് പറയോ?
പറയാം, നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം. സൈക്കോളജി എങ്ങനെയൊക്കെ ട്രേഡിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, എന്തുകൊണ്ടാണ് ഈ സൈക്കോളജി എന്ന് പറയുന്ന സാധനം ട്രേഡിങ്ങിൽ വേണ്ടത്? ഫിയർ. പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്യാൻ. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഒരു സക്സസ് എന്നുള്ള രൂപത്തിലേക്ക് എത്താൻ അല്ലേ? അല്ലേ? അതെ. ഓക്കെ, അടുത്തത്. പിന്നെ ട്രേഡ് ഇടുമ്പോ ഉം, നമുക്കൊരു ധൈര്യം വരാനും, പിന്നെ അത് മാത്രല്ല ഇടാത്ത ട്രേഡ് പിന്നെ ചാടി പിടിക്കാനൊക്കെ തോന്നും. പിന്നെ ഓക്കെ, അതായത് ടൈം നമ്മളെ ഒരു എപ്പം കൺട്രോൾ കിട്ടണില്ല. ഓക്കെ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഈ ട്രേഡ് എന്റെ കയ്യിൽ നിന്ന് പോകുമോ, ഇനി പോയല്ലോ എന്നെ കൂട്ടാതെ പോവോ എന്നുള്ളൊരു എന്നൊക്കെ തോന്നും. വിചാരമൊക്കെ അല്ലേ? ഓക്കെ, ഉണ്ടാവും. ഉറപ്പായിട്ടും തോന്നും. അത് അഞ്ഞിപ്പോ നമ്മളൊരു ഇന്നടുത്താണ്, ഇവിടെ നിന്നാണ് ഞാനൊരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുള്ളത്, അപ്പൊ ഇവിടെ വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് കൂടെ കയറാനുള്ള ഒരു ആഗ്രഹമൊക്കെ അല്ലേ? അങ്ങനൊക്കെ തോന്നും. അതേമാതിരി മനസ്സിലായി. ഞാൻ ട്രേഡ് വെറുതെ ഈ ട്രേഡ് വ്യൂവില് ഉം. ട്രേഡ് വെറുതെ നിർത്തി വെക്കും. പക്ഷെ ഇതില് എൻട്രി എടുക്കൂല. പക്ഷെ അത് മനസ്സിലായി, TP അടിക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു ഇടങ്ങൾ തോന്നും. മനസ്സിലായി. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അതാണ് FOMO എന്ന് പറയുന്നത്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നുള്ളതാണ് അതിന്റെ ഫുൾ നെയിം എന്നുള്ള സ്കീം. അപ്പോൾ അതായത് ഈ ട്രേഡ് എൻ്റെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം, അതൊന്ന്. പിന്നെ അടുത്ത എന്താണ് നിങ്ങൾ പറഞ്ഞ പോലെ ഓവർ ട്രേഡ് കുറയ്ക്കാൻ അല്ലേ? അല്ലേ? അതെ, ട്രേഡ് ഓക്കെ, ഇടാതിരിക്കാനുള്ള ഒരു ഓവർ ട്രേഡ് കൺട്രോൾ. കുറയ്ക്കാൻ. അടുത്ത രണ്ടാമത്തെ എന്താണ് നിങ്ങൾക്ക് അടുത്ത മൂന്നാമത്തെ എന്താണ് നല്ലൊരു ട്രേഡിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ അല്ലേ? നിങ്ങൾക്ക് ടെക്നിക്കൽ എഡ്ജിന്റെ കാര്യങ്ങളുണ്ട്, അതിന്റെ കൂടെ വ്യക്തമായിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റമായി ബിൽഡ് വരണമെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമല്ല വ്യക്തമായിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റം നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഡെവലപ്പ് ആവുള്ളൂ അല്ലേ? അതെ അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയണത്. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നിക്കൽ എഡ്ജിൽ നിങ്ങൾ പുലിയാണ്, ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു കീ ലെവൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 4 hour എഫ്ഇജി ഉണ്ട്, എന്തോ ഒരു 8 ടൈം ഫ്രെയിമിന്റെ എഫ്ഇജികളും കാര്യങ്ങളും, അല്ലെങ്കിൽ 8 ടൈം ഫ്രെയിമിന്റെ കീ ലെവൽ ഉണ്ട്. അവിടുന്ന് വ്യക്തമായിട്ടുള്ള MS കിട്ടുന്നു. MS കിട്ടിയതിനു ശേഷം ഡീലിംഗ് റേഞ്ച് വരയ്ക്കുന്നു. ഡീലിംഗ് റേഞ്ച് വരച്ചതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾ ഡിസ്കൗണ്ടിൽ നിന്നാണെങ്കിൽ ബൈ ചെയ്യും, പ്രീമിയത്തിൽ നിന്നാണെങ്കിൽ എന്ത് ചെയ്യും, സെൽ ചെയ്യും. ആ ടെക്നിക്കൽ എഡ്ജും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പക്കയാണ്, ഒരു രക്ഷയില്ല. എന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും ഒരു ട്രേഡർ ആയി എന്ന് വരില്ല. അതിൻ്റെ കൂടെ നിങ്ങളെ വ്യക്തമായിട്ട് നിങ്ങളെ മൈൻഡിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നിടത്താണ് നിങ്ങളുടെ ട്രേഡറിന്റെ ഉദയം ഉണ്ടാകുന്നത്. ക്ലിയർ? അതായത് നിങ്ങൾ കൊട്ടുമ്പോൾ പറഞ്ഞതുപോലെ ഈ ട്രേഡ് എൻ്റെ കയ്യിൽ നിന്ന് പോകുമോ, അതല്ലെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ ഇവിടെ ഒരു വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഒരു കീ ലെവൽ ഉണ്ട്, ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഒരു വാലിഡ് ആയിട്ടുള്ള ലെവൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ പ്ലാൻ പ്രകാരം എന്താണ്, ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം ഉള്ള ബൈ ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് അല്ലേ? ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ നിന്നായിരുന്നു എൻ്റെ എൻട്രി പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെ എൻട്രി പ്ലാൻ ചെയ്യാറ്? ഒരു MS കിട്ടുമോ നോക്കൂ അല്ലേ? ലോവർ ടൈം ഫ്രെയിമിൽ പോയി ഒരു MS കിട്ടി, അങ്ങനെയല്ലേ നിങ്ങൾ നോക്കാറുള്ളത് അല്ലേ? അല്ലേ? അതെ അതെ ബ്രോ. അതെ. അപ്പൊ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു MS കിട്ടി, കാര്യങ്ങളെല്ലാം കിട്ടി, ഓക്കെ ഫൈൻ. എന്നിട്ട് അടുത്ത വ്യക്തമായിട്ടുള്ള ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു നിങ്ങൾ എൻട്രി കയറുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് നിങ്ങളുടെ എൻട്രി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു, നിങ്ങളെല്ലാം ബൈ ലിമിറ്റ് എല്ലാം ഇട്ടു, കാര്യങ്ങളിട്ടു, SL ചെയ്ത് ടീപ്പ് ചെയ്ത്, ഓക്കെ, ഇങ്ങനെയെല്ലാം നിങ്ങൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം എൻട്രി കയറാൻ ഒരു ധൈര്യക്കുറവ്, ശരിയല്ലേ? അല്ലേ? അതെ. എൻട്രി കൺഫർമേഷൻ കയറാൻ ഉണ്ട്. അതെ, എൻട്രി കയറാൻ ഒരു ധൈര്യക്കുറവ്. നിങ്ങൾ കൺഫർമേഷൻ കിട്ടി, നിങ്ങൾ പറഞ്ഞതുപോലെ ഹയർ ടൈം ഫ്രെയിമിന്റെ കീ ലെവലിൽ വന്നു, അവിടുന്ന് വാലിഡ് ആയിട്ടുള്ള MS കിട്ടി, എല്ലാം കിട്ടി, നിങ്ങൾ എന്തൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു അതെല്ലാം കിട്ടി, എന്നിട്ടും ധൈര്യക്കുറവ്, ശരിയല്ലേ? എന്നിട്ടും നിങ്ങൾക്ക് ധൈര്യക്കുറവാണ്. അതായത് ഞാൻ വിചാരിക്കുന്നതിന് ഓപ്പോസിറ്റേക്ക് മാർക്കറ്റ് പോകുമോ, ഞാൻ വിചാരിക്കുന്ന രൂപത്തിൽ ഇനിയിപ്പോൾ പോയാലോ, ഇനിയിപ്പോൾ എടുത്തില്ല, നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തില്ല, പോയാലോ അന്നത്തെ ദിവസം പോയി, മൊത്ത സങ്കടം, ആ ദിവസം മൊത്ത സങ്കടവും അല്ലേ? അത് അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഒരിക്കലും ഒരു ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ വ്യക്തമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ധൈര്യക്കുറവ് വരിക. എപ്പോഴാണെങ്കിലും ട്രേഡിങ്ങിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് എന്നാ പറയാ. എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് ഇതിനകത്ത്, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. അതായത് മാർക്കറ്റിൽ ഒന്നും പുതുതായിട്ട് സംഭവിക്കുന്നൊന്നുമില്ല. മുമ്പ് എങ്ങനെയാണോ മാർക്കറ്റ് ബിഹേവ് ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് മാർക്കറ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നായാലും നാളെ ആയാലും മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ധൈര്യക്കുറവ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളവിടെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാത്തത് കൊണ്ടാണ്,
ബാക്ക് ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. പ്രീവിയസ് ഡാറ്റകൾ എടുത്ത് നിങ്ങൾ വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം പ്രീവിയസ്ലി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവിടെ നിന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണ് ആ ട്രേഡ് വർക്കായത്, എങ്ങനെയൊക്കെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടിയിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത്, ആ ഒരു ധൈര്യക്കുറവ് വരുന്നത്. അതിന് നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റാസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുമല്ലോ. ആ പ്രീവിയസ് ഡാറ്റാസിൽ പോയി വ്യക്തമായിട്ട് ചാർട്ടിനെ റീഡ് ചെയ്ത് അത് ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഒരാൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഷാഫി പഠിപ്പിക്കുന്നു, ആര് പഠിപ്പിക്കുന്നു, ആ സമയത്ത് നിങ്ങൾ ഒരു മെൻറ്റർ വന്ന് അവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ക്ലിയർ ആവും. പക്ഷേ അത് സ്വന്തമായിട്ട് ചാർട്ടിനകത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പതിയണം. ആ മനസ്സിൽ പതിഞ്ഞാലേ അത് ലൈവായിട്ട് നമുക്ക് പിന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു കീ ലെവലിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള SMCയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കൺഫർമേഷനുകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടി, എന്നിട്ടും നിങ്ങൾക്ക് ഭയമാണ് ട്രേഡ് എടുക്കാനെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വേണ്ട രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? അതെ അതെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എത്ര സമയം, നിങ്ങളിപ്പോൾ എത്ര ചാർട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ഉണ്ടാവും? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിച്ചു, ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം എത്ര ചാർട്ട് മിനിമം അല്ലെങ്കിൽ എത്ര ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെറ്റപ്സിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും? കേൾക്കട്ടെ. 4, 5. 4, 5. ബാക്കിയുള്ളവര് എല്ലാവരും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിരുന്നു. ഇച്ചിരി സ്പീഡാക്കി കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വേറെ ആരൊന്നും പറയണില്ലേ? ഓക്കെ. 4, 5 ട്രേഡ് അല്ലെങ്കിൽ 4, 5 കാര്യങ്ങൾ, 20 ചാർട്ട്, ഒരു ചാർട്ട്. ഓക്കെ. അപ്പോൾ 4, 5 എന്ന് പറയുന്നത് വളരെ മിനിമൽ നമ്പർ ഓഫ് എണ്ണമാണ്. അതായത് ഇത്രയും പ്രീവിയസ് ഡാറ്റാസ് വരുന്ന സമയത്ത് ഒരു 4, 5 ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ 4, 5 ഒരു ട്രേഡ്സുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ മിനിമൽ നമ്പേഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ മിനിമം ഒരു 10, 15 ചാർട്ടെങ്കിലും നിങ്ങൾ മിനിമം ഒരു ടോപ്പിക്കിനെ വെച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം. പല സാഹചര്യത്തിൽ പല കാര്യങ്ങളിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് വ്യക്തമായിട്ട് തറവാവുള്ളൂ. അതർവൈസ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള സെറ്റപ്സുകളും വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷനുകളും എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും വീണ്ടും നിങ്ങൾക്ക് ആ ഭയം ഉള്ളിൽ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിലൊരു മാറ്റവും വരാൻ പോണില്ല. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ SMC കോൺസെപ്റ്റ് അറിയാം. SMCയുടെ ചെക്ക് ലിസ്റ്റ് എല്ലാം ഷാഫി തന്നിട്ടില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? ചെക്ക് ലിസ്റ്റ് എല്ലാം തന്നിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് വ്യക്തമായിട്ട് അതുണ്ട്. ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലേക്ക് അതിനെ സ്വിച്ച് ചെയ്ത് വ്യക്തമായിട്ട് നിങ്ങളൊരു 10, 15 ചാർട്ടെങ്കിലും നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം. എല്ലാവരും ഒരുപാട് പേര് ഇപ്പോൾ ട്രേഡർ ആവണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് വരുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ. അത് പക്ഷേ ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഫാൻസ് റീൽസിന്റെ പുറത്തൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ട്രേഡർ ആവുക എന്ന് പറയുന്നത് ചെറിയൊരു പണിയല്ല. അതിന് വലിയൊരു കടമ്പ കടക്കണം. അതിന് നിങ്ങൾ വിചാരിക്കണം. അതിന് വിചാരിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഇതിനുള്ള പണി തുടങ്ങണം. മനസ്സിലായില്ലേ? ബാക്ക് ടെസ്റ്റ് ചെയ്യണം. പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യണം. പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിച്ചത്. ഇപ്പോൾ ഒരു SL വന്നു, SL വന്നാൽ അത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് SL സംഭവിച്ചത് എന്നെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ ഓരോ കാര്യവും, ഓരോ മുക്കും മൂലയും, എവരി കോർണർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? 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 ഓക്കെ. അതെ ബ്രോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു ടീച്ചർ, ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ഇപ്പോൾ അവർക്ക് ഫസ്റ്റ് ബാച്ച് എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ബാച്ച് എടുക്കാൻ വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യേണ്ടാവുക, ഞാൻ പറയുന്നത് തെറ്റിപ്പോകുമോ, അത് ചെയ്യുമോ ഇത് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എന്നാൽ ഇതേ ടീച്ചർ 100ാമത്തെ ബാച്ച് എടുക്കുന്ന സമയത്ത് ഈ ഒരു പേടി ഉണ്ടാവുമോ? വളരെ കൂളായിട്ട് അവർ ഹാൻഡിൽ ചെയ്യില്ലേ? ആ അത്രേ ഉള്ളൂ സംഭവം. നിങ്ങളും ചെയ്യേണ്ട എന്താണ്? നിങ്ങൾ അതെ ബ്രോ. ഇതിനിങ്ങനെ അങ്ങ് ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കത് തഴമ്പാവും. ഓക്കെ, നിങ്ങൾക്കത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങൾ രാവിലെ ഒന്ന് മാർക്കിന്റെ ഫ്രണ്ട് വന്ന് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം ഒന്ന് പിടികിട്ടി തുടങ്ങും. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോഴേ ആ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മിനിമം ഒരു 10, 20 ചാർട്ടെങ്കിലും നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? നിങ്ങൾ ട്രേഡർ ആവണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് വന്നത്. അതേപോലെ ട്രേഡർ ആവണം എന്ന് അതിയായ ഒരു
ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇന്ന് തുടങ്ങണം. വ്യക്തമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യണം, വ്യക്തമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണണം. ഒരിക്കലും ഒരു ടെക്നിക്കൽ എഡ്ജിനെ മാത്രം ആസ്പദമാക്കി ഒരു കാരണവശാലും നിങ്ങൾക്ക് ട്രേഡർ ആവാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ സൈക്കോളജിയിലെ ഫസ്റ്റ് കാര്യമാണ് വ്യക്തമായിട്ടുള്ള ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് പോലെ തന്നെ വ്യക്തമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ആ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മളെ സൈക്കോളജി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. ഓക്കെ അല്ലേ? അതായത് നമുക്ക് ആ ഒരു നമ്മൾ വാലിഡ് ആയിട്ടുള്ള നമ്മളെ ചെക്ക് ലിസ്റ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് നമുക്കത് ട്രേഡ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. കാരണം എന്താണ്? നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ എല്ലാം അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് എടുക്കാൻ പേടിയാണ് എങ്കിൽ വ്യക്തമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്ക് ടെസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യും? ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതെ ബ്രോ. ഓക്കെ. അതേപോലെ തന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് FMO എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയും. അതായത് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോൾ എൻട്രി നമ്മൾ ബൈ ലിമിറ്റും കാര്യങ്ങളെല്ലാം എവിടെ ആയിരിക്കും ഇട്ടുണ്ടാവുക. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യുക? ഇവിടെ എത്തി ഒന്ന് മുകളിലേക്ക് പൊങ്ങുന്ന കാണുമ്പോഴത്തേക്ക് ഉള്ളിൽ ആദ്യം, പിന്നെ ഹാർട്ട് ബീറ്റ് കൂടി, കാര്യങ്ങൾ കൂടി, പിന്നെ ഇതാ ഇതിൻ്റെ പുറകെ വൈത്താരെ പിടിച്ച് കയറും. ശരിയല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എൻട്രി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്തിലേക്ക് സ്വിച്ച് ചെയ്യും? ഇങ്ങനെയാക്കും. അല്ലേ? അല്ലേ? അതെ, അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ ഓക്കെ, വീണ്ടും മാർക്കറ്റ് ഇങ്ങനെ അതെ. എന്നിട്ട് വീണ്ടും എന്ത് സംഭവിക്കും? നിങ്ങളെല്ലാവരെയും പറ്റിച്ചുകൊണ്ട് മാർക്കറ്റ് ഇവിടെ വരും. അല്ലേ? അപ്പോൾ ഇങ്ങനെ വെച്ചിരുന്ന നിങ്ങളിപ്പോൾ ഇവിടെ നിന്നായിരുന്നു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ പൊസിഷൻസും കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യും? ചാടിക്കയറും. നിങ്ങൾ വിചാരിക്കുന്നതിനും താഴേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനും എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തുകയും ചെയ്യും. വീണ്ടും നിങ്ങൾ എന്തായി? ഡൗൺ ആയി. നിങ്ങൾ മെൻ്റലി ഡൗൺ ആയി. അപ്പോൾ അടുത്ത സാധനം ഉണർന്നു. എന്ത് ഉണർന്നു? റിവെഞ്ച് ചെയ്യാൻ തുടങ്ങി. റിവെഞ്ച് ട്രേഡിങ് ഓണായി. അല്ലേ? എനിക്ക് ഇന്ന് നഷ്ടപ്പെട്ട എമൗണ്ട് എനിക്കിന്ന് തിരിച്ചു പിടിച്ചേ പറ്റൂ. ഉള്ള എമൗണ്ടും കൂടെ പോകും. ഇതൊക്കെയല്ലേ സംഭവിക്കണേ? പക്ഷെ ഞാൻ റിവെഞ്ച് ചെയ്യാന്ന് ഓക്കെ. അപ്പോൾ അതിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ആദ്യമൊക്കെ തോന്നിയിരുന്നു. മനസ്സിലായി. ഇപ്പൊ ഒഴിവാക്കി. മനസ്സിലായി. ഓക്കെ. അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സൈക്കോളജി പരമായിട്ട് ആദ്യം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റിൽ, അല്ലെ SMC എന്ന് പറയുന്ന നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റിൽ നിങ്ങളൊരു കോൺഫിഡൻസ് നിങ്ങൾ ഉള്ളിൽ ബിൽഡ് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരേ പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ കീ ലെവലിലേക്ക് വരുന്നു, അവിടെ നിന്ന് വാലിഡ് ആയിട്ടുള്ള MS കിട്ടുന്നു, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡീലിംഗ് റേഞ്ചസ് വരയ്ക്കുന്നു, ദെൻ ഡിസ്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ബൈ, പ്രീമിയത്തിൽ വന്നു കഴിഞ്ഞാൽ സെൽ. ആ രൂപത്തിലല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുക. ഹയർ ടൈം ഫ്രെയിമിൽ നരേറ്റീവ്സും കാര്യങ്ങളെല്ലാം നോക്കി ട്രെൻഡൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു പ്രോസസ്സ് തന്നെയാണ്. ആ പ്രോസസ്സ് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ചാർട്ട്സ് എല്ലാം എടുത്ത് അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്ക് ടെസ്റ്റ് ചെയ്ത് തഴക്കവും പഴക്കവും ആവുക. പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങളിൽ തന്നെ അതായത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സെറ്റപ്പിൽ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനോ ഒന്നും തന്നെ ഒരു മടിയുണ്ടാവില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ആയി ആയി ആയി. ഓക്കെ, ഫൈൻ. അടുത്ത മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇനിയിപ്പോൾ പോട്ടെ, നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ കറക്റ്റ് നമ്മൾ വിചാരിച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്തു? എൻട്രി ടേക്ക് ഔട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? 1 റിസ്ക് വെച്ചു, 2 റിവാർഡ് എടുത്തു. ഒരു രൂപ നഷ്ടപ്പെടുത്തിയാൽ 2 രൂപ എടുക്കണം. അപ്പോൾ ഞാൻ 1:2 പ്രോപ്പറായിട്ട് റിസ്ക് വെച്ചു. എൻ്റെ എൻട്രി ഇവിടെ നിന്ന് ആക്റ്റീവായി എന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ SL ഇവിടെയാണേ. മാർക്കറ്റ് എന്ത് ചെയ്തു? ഒന്ന് മുകളിലേക്ക് പോയി. അല്ലേ? സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. മുകളിലേക്ക് പോയി, ഒന്നുകൂടെ മേളിൽ പോയപ്പോഴത്തേക്കും ഇന്ന് കോടീശ്വരന്മാരായി എന്നുള്ള മൂഡിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. മാർക്കറ്റ് എന്ത് ചെയ്തു തുടങ്ങി? ഒന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എന്ത് തുടങ്ങും? ഉള്ളി ടെൻഷനായി. ശരിയല്ലേ? പിന്നെന്ത്? ഉള്ള പ്രോഫിറ്റ് മതി. ഇവിടുന്ന് എന്ത് ചെയ്യും? നിങ്ങൾ എക്സിറ്റ് ചെയ്യും. ശരിയാണോ? അങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? കേട്ടില്ല. അതന്നെ ചെയ്യുന്നു. ചെയ്യലുണ്ട്. ഓക്കെ. അതായത് അതന്നെ. ഉള്ളതാവട്ടെ, എന്തിനുള്ളതും കൂടെ നഷ്ടപ്പെടുത്തണേ എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. ശരിയല്ലേ? ഉള്ളതും കൂടെ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റ്
വരുന്നിടത്ത് നമ്മളുടെ ട്രേഡിംഗ് പാളി തുടങ്ങി. വളരെ സിമ്പിളാണ് പ്രോസസ്സ്. ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് വരുന്നു. നമ്മളപ്പോൾ അത് കഴിഞ്ഞിട്ടോ, നിങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഒറ്റ പോക്ക് മേളിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് തോന്നും മാർക്കറ്റിന് എന്നെ ഇഷ്ടമല്ല. ശരിയല്ലേ? ശരിയല്ലേ? എന്താണെന്നൊന്നും തോന്നുന്നില്ല, ദേഷ്യമൊന്നും ഓക്കെ തോന്നുന്നില്ല. പക്ഷെ ഓക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഈ സംഭവം ഓക്കെ നമ്മളപ്പം കുട്ടി പിന്നെ പോയി എന്നുള്ളതൊന്നും പറയുന്നു. ഓക്കെ അങ്ങനെ അതായത് സംഭവങ്ങളുണ്ട്. മനസ്സിലായി. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ വ്യക്തമായിട്ട് വിചാരിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ എക്സിറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പിൽ കോൺഫിഡൻസ് കുറവുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? എക്സിറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? നിങ്ങളുടെ സെറ്റപ്പിൽ വ്യക്തമായിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എക്സിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ഓക്കെ, നിങ്ങൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ എൻട്രി എക്സിക്യൂട്ട് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് 1:2 വെക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വിചാരിക്കും നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിൽ MS എടുത്തതിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ എടുത്ത FVGകളിൽ നിന്ന് എൻട്രി എടുത്തതിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. ആ കോൺഫിഡൻസ് കുറവുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരുപാട് ചാർട്ടുകൾ ഇരുന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിട്ട് വരികയുള്ളൂ. ഓൾസോ നിങ്ങളും തമ്മിലുള്ള കളിയാണ് ഇത്. എപ്പോഴും ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും വേറൊരാളുമായിട്ടുള്ള മത്സരങ്ങളൊന്നുമല്ല. യു ഈസ് യു. നിങ്ങളും തമ്മിലുള്ള മത്സരമാണ്. ഓക്കെ, ആ മത്സരത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ, അതായത് ഇമോഷൻ്റെ പുറത്ത് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ എപ്പോഴും വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടുന്ന് നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചത് ഈ ഇമോഷൻ്റെ പുറത്തുള്ള ഈ ഡൗൺഫാൾ കണ്ടിട്ടാണ്. ഈ ഡൗൺഫാൾ വന്നതുകൊണ്ടാണ് ഇവിടെ ഇമോഷൻ്റെ പുറത്തെടുത്ത തീരുമാനമാണ് എക്സിറ്റ്. ശരിയല്ലേ? നിങ്ങൾ ടെക്നിക്കൽ പരമായിട്ട് എടുത്ത തീരുമാനമായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഇവിടുന്ന് റാലി ചെയ്തേനെ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇമോഷൻ്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കുകയല്ല ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? വളരെ ടെക്നിക്കൽ പരമായിട്ട് വളരെ പ്രൊഫഷണൽ വേയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത്? അതിനെ സെറ്റ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ പലർക്കുമുള്ള ബുദ്ധിമുട്ടാണ്, ഏകദേശം 90% ട്രേഡേഴ്സ് നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് ചാർട്ടിൽ വന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണുമ്പോഴത്തേക്കുള്ള ഒരു ടെൻഷൻ ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങാന്നുള്ള പരിപാടി. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെങ്ങനെ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഉണ്ടോ? ഐഡിയാസ് ഉണ്ടോ? ഓഫാക്കി വെക്കുക. ഓഫാക്കി വെക്കുക. ഓക്കെ, ഓഫാക്കി വെക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ആരും ഒന്നും മുണ്ടണില്ല. എല്ലാവരും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി നല്ലതായിട്ട് പോയാൽ, അല്ലെ നിങ്ങൾക്കും ബോറടിക്കും. അറിയാത്ത കാരണം കൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ മനസ്സിൽ? തെറ്റിക്കോട്ടെ, ആരും ജഡ്ജ് ചെയ്യല്ല ഇവിടെ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു പേടി ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് നമുക്ക് ലോസ് അടിച്ചാലും നമുക്ക് പറ്റുന്ന കുഴപ്പമില്ല രീതിയിൽ എമൗണ്ട് വെച്ച ആ ഒരു എമൗണ്ട് ഓക്കെ, എടുത്തിപ്പോ പക്കയാണ്. അതായത് SL അടിച്ചു കഴിഞ്ഞാലും എനിക്ക് വഹിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ എമൗണ്ട് പോയി കഴിഞ്ഞാലും എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് നമുക്ക് തോന്നുന്ന വലിയ പ്രശ്നമില്ല. ശരിയല്ലേ? അതല്ലേ ബ്രോ പറഞ്ഞേ? അതെ അല്ലേ? അതെ അത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓൾസോ രണ്ടാമത്തെ ഒരു കേസ് ഞാൻ ഒട്ടും മുമ്പ് വേറെ ബ്രോ പറഞ്ഞതുപോലെ ഓഫ് ചെയ്ത് വെക്കാം. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് കീ ലെവൽ വന്നു, നിങ്ങൾക്ക് ഇവിടെ നിന്ന് MS കിട്ടി. ഇതാണല്ലോ നിങ്ങളുടെ സെറ്റപ്പ്. അല്ല, ഇങ്ങനെ തന്നെ അല്ലേ? അല്ലേ? ഇത് തന്നെയല്ലേ സെറ്റപ്പ് നിങ്ങളുടെ? അതെ. MS കിട്ടി. ഓക്കെ, MS കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഡീലിംഗ് റേഞ്ച് വരയ്ക്കുന്നു. ക്ലിയർ? ഡീലിംഗ് റേഞ്ച് വരച്ച് ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ ചെയ്യുന്നു. ഇത് തന്നെയല്ലേ പറഞ്ഞു തന്നിട്ടുള്ളത്? ഓക്കെ, ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് ബൈ ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ എൻട്രി ഇവിടെ നിന്ന് ആക്റ്റീവായി. നിങ്ങൾക്ക് ടെക്നിക്കൽ പരമായിട്ട് നിങ്ങളുടെ കോൺസെപ്റ്റിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ? കഴിഞ്ഞു. ഉറപ്പാണോ? എൻട്രി എടുത്തു. ഓക്കെ, എൻട്രി എടുത്തു. എന്താ, ഇവിടുന്ന് എൻട്രി എക്സിക്യൂട്ട് ചെയ്തു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ബാക്കിയുണ്ടോ? ടാർഗറ്റ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തു. ഇനി എന്തേലും?
ന്യൂ ഇല്ല, നമ്മൾ ബില്ലിംഗ് പഠിച്ചത് കമ്മീഷൻ. അത് മാത്രല്ലേ, 3 ഇത് കാര്യല്ലേ? 3 കാര്യമല്ലേ? പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ആ എന്തായിരിക്കണേ? ആ എന്തായാലും ഊതി കയറ്റാൻ നമ്മളെ കൊണ്ട് പറ്റൂലേ മേളിലോട്ട്. ഇല്ല ഇല്ല. നമ്മൾ എന്തായാലും നമ്മളെ കൊണ്ട് കൂട്ടിയേ കൂടൂല അത്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന കണക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിൽഗേറ്റ്സ് പോലും നമുക്ക് താഴെ. ശരിയല്ലേ? അല്ലേ? ശരിയല്ലേ? അതെ ബ്രോ, ശരി. അതെ ബ്രോ. നമ്മളെ കൊണ്ട് ശരിയാണ്. കൂട്ടിയാൽ കൂടാത്ത ഒരു കാര്യത്തിന് നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ നമ്മളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ? നമ്മൾ ഇവിടെ വരുന്നു, ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള 100% കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ വ്യക്തമായിട്ട് ഹയർ ടൈം ഫ്രെയിമിന്റെ അനാലിസിസ് നോക്കി, ലോവർ ടൈം ഫ്രെയിമിൽ പോയി വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? വ്യക്തമായിട്ടുള്ള കൺഫർമേഷൻസ് ടേക്ക് ഔട്ട് ചെയ്ത് എല്ലാം എല്ലാം പക്ക ടെക്നിക്കൽ പരമായിട്ട് 100% നമ്മൾ പഠിച്ച കാര്യം എന്താണോ അതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വ്യക്തമായിട്ട് എസ് എല്ലും അതേപോലെ തന്നെ നമ്മൾ എന്തും സെറ്റ് ചെയ്തു? ടി പി സെറ്റ് ചെയ്തു. എസ് എല്ലും സെറ്റ് ചെയ്തു, ടി പിയും സെറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കിയൊന്നും നമ്മളെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. നമ്മളെ ഇരിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നതിന് അർത്ഥമുണ്ടോ? പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തോണം? ഓഫാക്കി എഴുന്നേറ്റ് പൊക്കോണം. മനസ്സിലായോ? ഇങ്ങോട്ട് പോരെ. മനസ്സിലായോ? പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ബിഗിനിങ് ഫേസിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്തിരിക്കണം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വന്നത് ട്രേഡിംഗ് എന്ന് പറയുന്നത്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും വന്നത് ഈ ഒരു കാശ് എന്ന് പറയുന്ന ഇതിന് വേണ്ടി തന്നെയാണ്. ഒരുപാട് കാശ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത്യാവശ്യം കാശുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ജോലിയുണ്ട്, അതിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ഇതിൻ്റെ ഇൻകൂടെ കിട്ടിയാൽ നല്ലതാണ്. അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും വന്നത്. ചിലർ പറയേണ്ടത് എനിക്ക് പ്രൊഫഷണൽ ട്രേഡർ ആവണം, അതായത് പ്രോ ട്രേഡർ ആവണം, ഫുൾ ടൈം ആയിട്ടുള്ള ട്രേഡർ ആവണം, ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു കരിയറായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ പല ആഗ്രഹങ്ങളുടെ പുറത്തായിരിക്കും വന്നിട്ടുണ്ടാവുക നിങ്ങളെല്ലാവരും. പക്ഷേ അവിടെ ആഗ്രഹങ്ങൾക്ക് പുറത്ത് വരുന്ന സമയത്ത് നിങ്ങളവിടെ മണി എന്നുള്ളൊരു കേസാണ് നിങ്ങൾ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾ മണി, ആ പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇപ്പൊ തുടക്ക സമയങ്ങളിൽ നിങ്ങൾ ആ മണി എന്നുള്ള അതിനെയല്ല നിങ്ങൾ കൈക്കൊള്ളേണ്ടത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രോസസ്സിനെയാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അതായത് ഹയർ ടൈം ഫ്രെയിമിന്റെ കാര്യങ്ങൾ നോക്കി ലോവർ ടൈം ഫ്രെയിമിൽ വന്ന് കൺഫർമേഷൻ ടേക്ക് ഔട്ട് ചെയ്ത് എൻട്രി എടുത്തിട്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് ഇടയ്ക്ക് വെച്ചൊന്നും എക്സിറ്റ് ചെയ്യാതെ പ്രോപ്പറായിട്ട് ഈ 1:2 ബുക്ക് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സില്ലേ, ആ പ്രോസസ്സിലെയാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതിന്റെ ഒരു ഔട്ട്പുട്ട് മാത്രമാണ് മണി എന്ന് പറയുന്ന കാര്യം. നമ്മൾ ഈ പകുതിന്ന് എക്സിറ്റ് ആയാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അത് തന്നെ ആ എസ് എൽ ആണെങ്കിലും ടി പി ആണെങ്കിലും ഫാൾട്ട് പറ്റി എസ് എൽ എന്നുള്ള ടി പി അടിച്ചാലേ നമുക്ക് ശരിക്കും സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ. അതങ്ങനെയാണ്. ഞാൻ പറയല്ലേ, എപ്പോഴും കാശ് കിട്ടുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, അല്ല, കാശ് പോകുമ്പോഴല്ലല്ലോ. കാശിന്റെ മാത്രല്ല, ആ നമ്മളെന്തോ ചെയ്ത് നമ്മളൊന്ന് വിജയിച്ചു എന്നുള്ളൊരു വിജയിച്ചു എന്നുള്ളൊരു തോന്നലല്ലേ. വരും. അത് വേറൊരു കാര്യമുണ്ട്. അതിൽ 2 കാര്യമുണ്ട്. ഇപ്പോൾ ബ്രോ പറഞ്ഞ കേസ്, ഇപ്പോൾ എസ് എൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞോ അല്ലെങ്കിൽ പാതിക്ക് വെച്ച് നിന്ന് കഴിഞ്ഞാലോ എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല, ടി പി അടിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞു. ബ്രോ, ആ സാറ്റിസ്ഫാക്ഷന് മണി എന്ന് പറയുന്ന വലിയൊരു മാറ്ററാണ്. ശരിയല്ലേ? ഉറപ്പായിട്ടും മണി എന്ന് പറയുന്ന വലിയൊരു മാറ്ററാണ്. ബ്രോക്ക് ജയിച്ചു എന്നുള്ളത് അതെ ഓക്കെ അതെ. ഫൈൻ. ആ മണി എന്ന് പറയുന്ന വലിയൊരു മാറ്ററാണ്. ആ മണി കണ്ടിട്ടാണ് അത്യം പറഞ്ഞാൽ ട്രേഡിങ്ങിലോട്ട് വരുന്നത്. അത് തന്നെയാണ് ശരിയും. പക്ഷേ തുടക്ക സമയങ്ങളിൽ ആ ഒരു ബിഗിനിങ് ഫേസിൽ ആ പണത്തിന്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രേഡിങ് ജയിക്കാൻ. അതായത് 100 പേര് വരുമ്പോൾ 99 പേരും ഫെയിലിയർ ആവുന്നതിന്റെ മേജർ റീസൺ ഇതാണ്. അവർ എൻജോയ് ചെയ്യുന്ന പ്രോസസ്സിനല്ല, മണിയാണ്. അപ്പോൾ തുടക്കം നിങ്ങളോട് എനിക്ക് എല്ലാവരോടും ഈ ഒരു ചെറിയൊരു സജഷൻ മാത്രം എൻ്റെ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോസസ്സിനെയാണ് എൻജോയ് ചെയ്യേണ്ടത്. അതിൽ മണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്ന ഒരു എമൗണ്ട് ആയിട്ട് മാത്രം നിങ്ങൾ അതിനെ കണക്കാക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ ജയിച്ചിരിക്കും. നമ്മളൊക്കെ ഒരുപാട് വൈകിയാണ് മനസ്സിലാക്കിയത്. നമുക്കത് പറഞ്ഞു തരാനും കാര്യങ്ങളും ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്? അങ്ങനെ ഒരു ഇഷ്യൂ വരരുത്. ഓക്കെ, നിങ്ങൾക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സൈക്കോളജി പരമായിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എല്ലാവരും ആരെ വേണമെങ്കിലും വിളിക്കാം, കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിന് എൻജോയ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന ആ പ്രോസസ്സ്, ഓൾസോ എസ് എല്ലും ടാർഗറ്റും എല്ലാം സെറ്റ് ചെയ്യുന്നു. റിസ്ക് മാനേജർ കേസ് ഞാൻ പറയാം. അതെല്ലാം ചെയ്ത് വരുന്ന ആ ഔട്ട്പുട്ട് എന്താണെങ്കിലും, ടി പി ആണെങ്കിലും എസ് എൽ ആണെങ്കിലും, അതിൽ ആ പ്രോസസ്സ് പ്രോപ്പർ ആണെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തുക. ക്ലിയർ?
അത്രേ ഉള്ളൂ. ഹയർ ടൈം ഫ്രെയിമിന് വാലിഡ് ആയിട്ടുള്ള എല്ലാം നിങ്ങൾ പറഞ്ഞ എല്ലാ ചെക്ക് ലിസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. വ്യക്തമായിട്ട് കൺഫർമേഷൻ കിട്ടി, വ്യക്തമായിട്ട് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു, വ്യക്തമായിട്ട് റിസ്ക് മാനേജ്മെന്റ്. ട്രേഡ് പക്ഷേ എന്താണ് സംഭവിച്ചത്? എസ് എൽ ആണ് സംഭവിച്ചതെന്ന് വിശ്വസിക്കുക. എസ് എൽ ആണ് സംഭവിച്ചത്. എസ് എൽ കിട്ടി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോസസ്സിൽ ആനന്ദം കണ്ടെത്തിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജയിച്ചു തുടങ്ങി. അതല്ലാതെ നിങ്ങൾക്ക് എസ് എൽ കിട്ടി, അപ്പോൾ ഈ സെറ്റപ്പിന് എന്തോ കുഴപ്പമുണ്ട്, ഈ SMC എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങി അടുത്ത പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? അതായത് ഒരു സെറ്റപ്പ് പോയിട്ടിട്ട് അടുത്തോട്ട് ഇങ്ങനെ ചാടി ചാടി കളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. നിങ്ങൾ അതിൽ ട്രസ്റ്റ് ചെയ്യുക, അതിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം തന്നെ പലതവണ ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ? ഓക്കെ ബ്രോ. മനസ്സിലായി? പക്ഷെ നമ്മളിപ്പോ SL അടിക്കുകയാണെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. ആ ഒരിക്കലും ഇല്ല. റീസൺ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ വളരെ സിമ്പിളാണ് എൻ്റെ പ്രോസസ്സ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ SMC കോൺസെപ്റ്റ് പ്രകാരം ഹയർ ടൈം ഫ്രെയിമിൽ ഒരു കീ ലെവൽ വേണം. ശരിയല്ല? ട്രെൻഡും കാര്യങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കി. ബൈ എന്നുള്ളതാണ് ബയാസ്. ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തു? വ്യക്തമായിട്ട് ഈ ഒരു ടൈം ഫ്രെയിമിന്റെ കീ ലെവൽ ഞാൻ ഇതെന്ന് വിചാരിക്കുക. ഒരു 4 അവർ FEGO അല്ലെങ്കിൽ 4 അവർ ഓർഡർ ബ്ലോക്കോ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ടൈം ഫ്രെയിമിന്റെ കീ ലെവലിൽ വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തോ? ചെയ്തു. ചെയ്തില്ലേ? ചെയ്തു. അപ്പൊ ഇനി നിങ്ങളുടെ അടുത്ത പ്രോസസ്സ് എന്താണ് നിങ്ങളുടെ? ആ പറ. ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയി കൺഫർമേഷൻ നോക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? അല്ലേ? യെസ്. ലോവർ ടൈം അതെ. ഫ്രെയിമിലേക്ക് എനിക്ക് ഇവിടെ എന്ത് കിട്ടി? കൺഫർമേഷൻ ആയിട്ടുള്ള MS എനിക്ക് കിട്ടി. അതല്ലേ നമ്മളുടെ ഒരു കൺഫർമേഷൻ? ശരിയല്ലേ? അല്ലേ? അതെ. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഡീലിംഗ് റേഞ്ച് അല്ലെങ്കിൽ ഫിബ് വെക്കുന്നു. ക്ലിയർ? ഡീലിംഗ് റേഞ്ച് അല്ലെങ്കിൽ ഫിബ് വെക്കുന്നു. ഫിബ് വെച്ച് ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് നമ്മൾ എൻട്രി കയറും. അതല്ലേ നിങ്ങളുടെ പ്രോസസ്സ്? അല്ലേ? അല്ലെങ്കിൽ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അതെ. വന്നു, കാര്യങ്ങൾ വന്നു, ഇവിടെ സെറ്റ് ചെയ്തു. ഇനി പോട്ടെ. ഇനി ലിക്വിഡിറ്റി പരമായിട്ട് ഇവിടെ വ്യക്തമായിട്ട് PD കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക, പ്രൈസ് ഡെലിവറി കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. നല്ല അടിപൊളി PD കൂടിയാണ് FEGയിലേക്ക് വന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ് വീണ്ടും ബൂസ്റ്റായി ആ PD കൂടെ കണ്ടപ്പോൾ. ഇതിനപ്പുറം നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. ഇത്രയല്ല നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതെ ബ്രോ. അതെ. നിങ്ങൾ 100% ഈ സെറ്റപ്പിൽ കോൺഫിഡന്റ് ആണോ? കോൺഫിഡന്റ് ആണ് അല്ലേ? പഠിച്ചു വെച്ച് നോക്കുമ്പോൾ കോൺഫിഡന്റ് ആണ്. ഓക്കെ. നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം. അപ്പോൾ ഓൾസോ നിങ്ങൾ ചെക്ക് ലിസ്റ്റിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്തേ പോകും. ദെൻ ഇതിനപ്പുറം നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതിൽ SL അടിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളിവിടെ കാരണങ്ങൾ തപ്പാനായിട്ട് പോകണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പക്ഷേ അത് ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ലിസ്റ്റ് ടിക്ക് ഓൺ ചെയ്തു, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു, എന്നിട്ടും SL അടിച്ചാണെങ്കിൽ അതിൽ പിന്നെ തികയാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായോ? പക്ഷെ ഇനി അതല്ല, എന്താണ് അവിടുത്തെ എറർ എന്നുള്ളൊരു കേസ്, എന്തെങ്കിലും കീ ലെവൽ തൊട്ട് താഴെ കിടപ്പുണ്ടോ, അതല്ലെങ്കിൽ ഇപ്പോൾ യൂറോ USDയിൽ എന്തെങ്കിലും തൊട്ട് താഴെ എന്തെങ്കിലും കീ ലെവൽ ഉണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് താഴെ പോയത്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുന്നതിന് പ്രശ്നങ്ങളില്ല. പക്ഷെ അതിന് മൊത്തത്തിൽ അങ്ങ് വിലയിരുത്താൻ പോരും. ശരി, ഞാൻ ചെയ്ത് ശരിയായില്ലേ? പക്ഷെ നിങ്ങൾ ഓൾറെഡി ഇവിടെ ചെയ്ത് ശരിയാണ്. അതായത് നമ്മളെ ഭാഗത്തുള്ള തെറ്റുകൊണ്ട് മാത്രമല്ല SL അടിക്കുന്നത്. 100%. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന കണക്ക് എപ്പോഴും മാർക്കറ്റ് ബിഹേവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് SLകൾ അടിക്കും, ലോസുകൾ ഉണ്ടാവും, കാര്യങ്ങൾ സംഭവിക്കും, TP അടിക്കും. അവിടെയാണ് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റിന്റെ കടന്നുവരവ്. ക്ലിയർ അല്ലേ? SL ഉറപ്പായിട്ടും ട്രേഡിങ്ങിൽ അടിക്കും. അതടിക്കാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ കോടീശ്വരന്മാര്. ഓക്കെ. അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച് വന്ന കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് തന്നെ, ഈ ടൈം ഫ്രെയിമിന്റെ കീ ലെവല്, MS, ഡീലിംഗ് റേഞ്ച്, PD ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ വ്യക്തമായിട്ട് ലിക്വിഡിറ്റി ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് ഉണ്ടോ നോക്കുക. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും. ക്ലിയർ? ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രോസസ്സ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് എന്നും ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഡിസിപ്ലിൻ ആണ് മെയിൻ കാര്യം. നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ട്രേഡർ ആവുക എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ക്ലിയർ? ഡിസിപ്ലിൻ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് ട്രേഡിങ്ങിൽ? കേൾക്കട്ടെ. എന്താണ് ഒരു ട്രേഡിങ്ങിന് ഡിസിപ്ലിൻ? ഓവറായിട്ട് ഇമോഷണൽ ആവാതിരിക്കുക. TP അടിച്ചാൽ കൂടുതൽ സന്തോഷിക്കാനും പാടില്ല, SL അടിച്ചാൽ വിഷമിക്കാനും പാടില്ല. ഓക്കെ, അക്സെപ്റ്റൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, ദെൻ അടുത്തത്. ഡിസിപ്ലിൻഡ് റൂൾസ് ആവാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. റൂൾസ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് റൂള് നോക്കുക. കറക്റ്റ് ആയിട്ട് പക്ക പക്ക. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ ഡിസിപ്ലിൻഡ് ആവാൻ വേണ്ടി ട്രേഡിങ്ങിൽ നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളുടെ പ്രോപ്പർ ട്രേഡിംഗ് റിസ്ക് മാനേജ് ജേണി ചെയ്യുക. പ്രോപ്പർ റിസ്ക് മാനേജ് ചെയ്യുക. ഓക്കെ, 24 മണിക്കൂർ ചാർട്ടിന്റെ ഫ്രണ്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഇല്ല റൂൾസ് ഇല്ല. 24 അവർ ചാർട്ടിന്റെ ഫ്രണ്ട് ഇരിക്കാറുണ്ടോ? നിങ്ങളിപ്പോൾ ലൈവ് ഇല്ല, സെഷൻ ഇല്ല. ഇരിക്കണോ? നിങ്ങളിപ്പോൾ എത്ര മണിക്കൂർ ഇരിക്കും? 2 മണിക്കൂർ ഒക്കെ ഇരിക്കും. 2 മണിക്കൂറൊക്കെ ഇരിക്കും. ഓക്കെ, 1 അവർ ബ്രോ 1 അവർ റൂളൊന്നും. ഇരിക്കും. ഓക്കെ, 1 അവർ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ഉണ്ടോ നോക്കും, നല്ല സെറ്റപ്പ് ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകും, അതല്ലേ ഉദ്ദേശിച്ചത്? യെസ് യെസ്. ഓക്കെ, ഫൈൻ അതാണ് ഫൈൻ ഫൈൻ. ഏറ്റവും സമാധാനമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ അതാണ് ഓക്കെ, ഏറ്റവും മനസ്സിലായി. പ്രോപ്പർ എന്ന് വിചാരിക്കുന്നു. 100%. ഇപ്പോൾ ഡിസിപ്ലിൻഡ് ആവാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ആ ചെക്ക് ലിസ്റ്റുകളെല്ലാം ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതെൻ്റെ വലിയൊരു കാര്യമാണ്. ഞാൻ ഡിസിപ്ലിൻ ട്രേഡറായി ആ ചെക്ക് ലിസ്റ്റ് എല്ലാം ടിക്ക് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ ചെയ്താൽ ഞാൻ ഡിസിപ്ലിൻ ട്രേഡർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റില്ലേ? യെസ് ബ്രോ. ടെക്നിക്കൽ എഡ്ജ് പരമായിട്ട് എനിക്ക് വ്യക്തമായിട്ട് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ എനിക്ക് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ള ടെക്നിക്കൽ പരമായിട്ട് എനിക്ക് ഡിസിപ്ലിൻഡ് ആവാം. എന്നാൽ എന്നാലും ഞാൻ എൻ്റെ റിവഞ്ച് മൈൻഡ് സെറ്റ് ഓണായി. അതായത് ഒരു ട്രേഡ് എനിക്ക് SL അടിച്ചു, എനിക്ക് വീണ്ടും റിവഞ്ച് മൈൻഡ് സെറ്റ് ഓണായി. അപ്പോൾ അതിനെല്ലാം ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്യണ്ടേ? അപ്പം അതിന് വേണ്ടി നമുക്ക് എന്ത് കാര്യം കൂടെ ചെയ്യാം? കുറച്ച് കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാം. അത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു ദിവസം, അതായത് ഒരു ഡേ, 1 ഡേ നിങ്ങൾക്ക് മാക്സിമം എടുക്കാവുന്ന ട്രേഡിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, അതല്ലെങ്കിൽ 2. ഇതിനപ്പുറം ഒരു ഡിജിറ്റ് നമുക്കില്ല. ക്ലിയർ ആയോ? ഒരു ദിവസം മാക്സിമം എടുക്കാൻ പറ്റാവുന്ന ഒരു ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം എടുക്കേണ്ട ട്രേഡുകൾ, അല്ലെങ്കിൽ എടുക്കാതിരിക്കാട്ടോ, മാക്സിമം എടുത്താൽ ഒരു ഡേ നിങ്ങൾ എടുക്കേണ്ട ട്രേഡ് എന്ന് പറഞ്ഞാൽ 1, അതല്ലെങ്കിൽ 2. ഇതിനപ്പുറം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യരുത്. ഇപ്പോൾ ഫസ്റ്റ് ട്രേഡ്, ഇതിൽ ആദ്യം എടുത്ത ട്രേഡ് തന്നെ നിങ്ങൾക്ക് എന്തടിച്ചു എന്ന് വിചാരിക്കുക? TP എന്ന് വിചാരിക്കുക. ക്ലിയർ അല്ലേ? ഫസ്റ്റ് എടുത്ത ട്രേഡ് തന്നെ TP എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? അന്നത്തെ സെഷൻ തീർന്നു. അന്നത്തെ ഡേ പിന്നെ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. ആദ്യം ഒരു കാര്യം പറഞ്ഞാൽ, ഒരു ദിവസം മാക്സിമം എടുക്കാൻ പറ്റാവുന്ന ട്രേഡിൻ്റെ എണ്ണം 2. അതിൽ ഫസ്റ്റ് എടുത്ത ട്രേഡ് TP ആണെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യില്ല? രണ്ടാമതൊരു ട്രേഡിന് വേണ്ടി പോവില്ല. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ബ്രോ. ഓക്കെ, എന്നാൽ അടുത്ത ഫസ്റ്റ് ട്രേഡ് SL ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ട്രേഡ് ഒന്ന് ട്രൈ ചെയ്യാം. ക്ലിയർ? സെക്കൻഡ് ട്രേഡ് ട്രൈ ചെയ്യാം. അതല്ല, ഫസ്റ്റ് ട്രേഡ് തന്നെ TP അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം വ്യക്തമായിട്ട് സന്തോഷത്തോടു കൂടി എൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങളുടെ എല്ലാവരുടെയും മെജോറിറ്റി ഒരു ട്രേഡേഴ്സിന്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നിങ്ങൾ നോക്കിക്കാണുന്ന ആ ദിവസത്തെയാണ്, ആ ഡേ ആണ്. ആ ഡേ ഞാൻ പ്രോഫിറ്റിലാണോ, അല്ലെങ്കിൽ ആ ഡേ ഞാൻ ലോസിലാണല്ലോ എൻഡ് ചെയ്തത്, ആ ഡേ ഞാൻ പ്രോഫിറ്റിലാണല്ലോ എൻഡ് ചെയ്തത്, അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല നോക്കിക്കാണേണ്ടത്. നിങ്ങൾ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ്? ഒരു മന്ത് എൻഡിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിക്കണ്ടാൽ മതി. ആ ദിവസത്തെ നിങ്ങൾ നോക്കിക്കാണേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങൾ അങ്ങനെ നോക്കി നോക്കൂ. നിങ്ങൾ ആ ഡേയിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ ലോസ് ആണോ നോക്കുമ്പോൾ നിങ്ങൾ ആ 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസം നിങ്ങൾ വിഷമിക്കണം, സങ്കടപ്പെടണം. പക്ഷേ ആ ഒരു മന്ത് എൻഡിൽ എന്നുള്ളൊരു സ്കീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും ചാൻസസ് തീർന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, പിന്നെയും ഒരുപാട് സമയങ്ങളുണ്ട്, വീണ്ടും ഒരുപാട് ദിവസങ്ങളുണ്ട്, നിങ്ങൾക്ക് തിരിച്ചു വരാം കാര്യങ്ങൾക്ക് വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ഓൾറെഡി പ്രോഫിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാം? സസ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ആ രൂപത്തിലേക്കാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്. നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കാണേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? ആ ദിവസം ഞാൻ പ്രോഫിറ്റിൽ എൻഡ് ചെയ്തോ എന്നതിനപ്പുറത്തേക്ക് ഈ മന്തിൽ ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ട് എൻഡ് ചെയ്തോ എന്നാണ് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ് ഓക്കെ. ഓക്കെ ബ്രോ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ഡിസിപ്ലിൻഡ് ആവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡിങ്ങിന്റെ എണ്ണം പറഞ്ഞു, 1 അല്ലെങ്കിൽ 2 ട്രേഡ് എന്നുള്ളതാണ്. നമുക്ക് ഒരു സെഷൻ ഫോളോ അപ്പ് ചെയ്യാം. 1 സെഷൻ. അത് നിങ്ങൾക്ക് എന്താവാം? ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഇത് ലണ്ടൻ ആവാം, അതല്ലെങ്കിൽ എന്താവാം?
ന്യൂയോർക്ക് ആയിക്കൂടെ? US. അത് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ്, നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി ഏതാണെന്ന് നോക്കി നിങ്ങൾ വ്യക്തമായിട്ട് സമാധാനത്തോടുകൂടി വളരെ പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കിട്ടുന്ന സമയം ഏതാണ്. ലണ്ടൻ ആണെങ്കിൽ ലണ്ടൻ, NY ആണെങ്കിൽ NY, അതിനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പെയറിനെ മാത്രം ഫോക്കസ് ചെയ്യാം. മാക്സിമം എത്ര പെയർ നിങ്ങൾ ബിഗിനിങ് ഫേസിൽ മാക്സിമം 3, അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് ഏതൊക്കെ പേരാ ബെയിലിൽ നോക്കാറുള്ളത്? ഏതൊക്കെയാ ഇപ്പൊ മെയിൻ നോക്കാറ്? യൂറോ USD, ഗോൾഡ് ഗോൾഡ്, ഗോൾഡ് രണ്ടെണ്ണം രണ്ടെണ്ണം നോക്കണം എല്ലാവരും. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 1 സെറ്റ്, ഓക്കെ, വൺ സെഷൻ നിങ്ങൾ എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലണ്ടൻ നോക്കാം, അതല്ലെങ്കിൽ NY നോക്കാം. ഇനിയിപ്പോൾ രണ്ട് ടൈമിലും അവൈലബിൾ ആണ് എങ്കിൽ പ്രോപ്പറായിട്ട് കിൽ സോൺസിന്റെ കേസുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചതല്ലേ? പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങുകളും കാര്യങ്ങളൊക്കെ കിൽ സോൺസ് ഒക്കെ പഠിച്ചതല്ലേ അല്ലേ? ലണ്ടൻ സമയത്ത് പ്രോപ്പറായിട്ടുള്ള കിൽ സോൺ സമയങ്ങൾ, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ മൂവ്മെന്റ് ഉള്ള സമയമാണ് എന്നുള്ള കേസ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? മൂവ്മെന്റ് ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഓക്കെ 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 ഫൈൻ. അത് ആ സമയം തന്നെ അപ്പം അങ്ങനെ പറഞ്ഞില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ ആ സമയം നിങ്ങൾ ആ വ്യക്തമായിട്ട് ആ മൊമെന്റം വരുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് എന്നാ ഫോളോ അപ്പ് ചെയ്യാം. ആ സമയത്ത് മാത്രമേ ലണ്ടനിലും ഞാൻ ഇരിക്കുള്ളൂ, NYയിലും ഇരിക്കുള്ളൂ. ഇപ്പോൾ ലണ്ടനിലാണെങ്കിൽ ഇന്ത്യൻ സമയം ഇപ്പോൾ ഒരു 12:30 to ഒരു 1:30 അല്ലെ 2:30. അപ്പോൾ 12:30ക്ക് നിങ്ങൾ ചാർട്ടിന്റെ ഫ്രണ്ടിൽ വന്നതിന് ശേഷം വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുന്നു. എനിക്ക് സെറ്റപ്പ് ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം, എൻ്റെ ചെക്ക് ലിസ്റ്റ് പ്രകാരം പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള സാധനങ്ങളും ഇതിൽ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലാപ്പ് ഓഫ് ആക്കുക. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ന്യൂയോർക്ക് നിങ്ങൾ നോക്കുന്നു വിചാരിക്കാം. ന്യൂയോർക്ക് നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റോടുകൂടിയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂയോർക്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതേപോലെ വ്യക്തമായിട്ടുള്ള വാലിഡ് സമയങ്ങളുണ്ട്. ഇപ്പോൾ 6:30 to 8:30, അപ്പോൾ ആ സമയത്തിനിടെ നിങ്ങൾക്ക് വീണ്ടും നോക്കാം. അപ്പോൾ നമ്മളവിടെ ആ ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനിടയിലൊന്നും നമ്മൾ നോക്കാൻ പോകുന്നില്ല, അതിനിടയിലുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ കണ്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ വ്യക്തമായിട്ടൊരു ഡിസിപ്ലിൻ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. ഓൾസോ ഒരു പെയറിൽ അല്ലെങ്കിൽ രണ്ട് പെയറിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴുള്ള കേസ് എന്താന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾ അരച്ച് കലക്കി പഠിച്ചേക്കും. ഇപ്പം നിങ്ങൾ ഇപ്പം ഈ എവിടെ നിന്ന് തിരിയും, എവിടേക്ക് വരും, എങ്ങനെ തിരിയും എന്നുള്ളതിനെ കുറിച്ച് എല്ലാം നിങ്ങൾ എന്ത് ചെയ്തിരിക്കും, മനസ്സിലാക്കിയിരിക്കും. അതിൻ്റെ കൂടെ രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് നമ്പർ ഓഫ് ട്രേഡ്സിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ നല്ലൊരു ട്രേഡർ ആവണമെങ്കിൽ എപ്പോഴും പറയുന്നൊരു വാചകമാണ് ട്രേഡ് എടുക്കാതിരിക്കുക ചെയ്യേണ്ടത്. നല്ലൊരു ട്രേഡർ എന്ന് പറയുന്നത് ട്രേഡ് എടുക്കാതിരിക്കുന്നവനാണ് ട്രേഡർ. ഓക്കെ, എല്ലാ സാധനത്തിനും പോയിട്ട് തല വെക്കുന്നവനല്ല ട്രേഡർ. അതായത് വ്യക്തമായിട്ടുള്ള സെറ്റപ്പ് വരുന്നത് വരെ കറക്റ്റ് കാത്തിരുന്ന് ആ സെറ്റപ്പ് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നവനാണ് ട്രേഡർ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചിലപ്പോൾ ആ പുള്ളി ഒരു മാസം എടുക്കുന്ന സമയത്ത് ഒരു 8 ട്രേഡോ 9 ട്രേഡോ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് മതി, അവനായിരിക്കും പ്രോഫിറ്റബിൾ ആവുക. 30 ദിവസം ട്രേഡ് എടുക്കുന്നവനും ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ 9 ദിവസം 10 ദിവസം ട്രേഡ് എടുക്കുന്നവനും തമ്മിൽ ആരാണ് പ്രോഫിറ്റബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റവനായിരിക്കും പ്രോഫിറ്റബിൾ ആയി ഉണ്ടാകുന്നത്. 9 ദിവസം ട്രേഡ് എടുക്കുന്ന ആ പുള്ളിയായിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള, ഞാൻ മീൻ ചെയ്ത കാര്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വ്യക്തമായിട്ട് ഒരു ദിവസം ഒന്നല്ലെങ്കിൽ 2 ട്രേഡ് മാക്സിമം, അതിൽ ഫസ്റ്റ് ട്രേഡ് ആണെങ്കിൽ TP ആണെങ്കിൽ പിന്നെ പരിപാടി നിർത്തിക്കോളൂ ആ ദിവസം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലണ്ടനിലും NYയിലും നിങ്ങൾക്ക് ടൈം അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ആ കീ ടൈമിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രീസ് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ വ്യക്തമായിട്ടുള്ള ആ സമയത്ത് മാത്രം അനലൈസ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അതർവൈസ് ഉള്ള സമയത്ത് ഒന്നുള്ള ഒരു സെറ്റപ്പുകളും നമ്മൾ പോയി തലവെക്കേണ്ട ആവശ്യമില്ല. ഒരു പെയർ അല്ലെങ്കിൽ മാക്സിമം 3 പേഴ്സ്, അങ്ങനെ വരുമ്പോൾ കൂടുതൽ കോൺസെൻട്രേഷൻ ആ പെയറിലേക്ക് കിട്ടും, കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് അതിലേക്ക് കിട്ടും. അല്ല ഒരു 10ഉം 15ഉം പേർ, അല്ലെങ്കിൽ 5 പേർ USD CAD, USD JPY, BTC, US100, യൂറോ, GBP, അങ്ങനെ എല്ലാ പേരോടും നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനം കുറവായിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലാവുണ്ടോ? ഇതെല്ലാം ഇച്ചിരി ബോറിംഗ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ വളരെ സ്റ്റിക്ക് ഓൺ ചെയ്യണം, സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കരുത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള അടുത്തൊരു ഇതെന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് റിസ്ക് മാനേജ്. എന്താണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് റിസ്ക് മാനേജ്മെന്റ്? എന്താണ് റിസ്ക് മാനേജ്മെന്റ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? Risk reward, stop Risk. loss. സ്റ്റോപ്പ് ലോസ്. ഓക്കെ,
അതായത് നമ്മളായിട്ടുള്ള വളരെ ഫണ്ടിന്റെ എത്ര പെർസെന്റേജ് നമ്മൾ ഒരു ദിവസം നഷ്ടം വരുത്താം എന്നുള്ളൊരു ഒരു ദിവസമോ ഒരു ട്രേഡിലോ. ഒരു ട്രേഡിൽ നമുക്ക് എത്ര ട്രേഡ് പെർ ട്രേഡ് നമുക്ക് ഒരു പെർസെന്റേജ് അങ്ങനെ എന്തെങ്കിലും ഒരു ആ കണക്കിട്ട് പോവാം. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, പക്ക അത് തന്നെയാണ്. അത് വളരെ ആ പേരിലുള്ളത് പോലെ തന്നെ പ്രോപ്പറായിട്ട് റിസ്കിനെ മാനേജ് ചെയ്ത് പോവുക. ക്ലിയർ അല്ലേ? വ്യക്തമായിട്ട് പ്രോപ്പറായിട്ട് റിസ്കിനെ മാനേജ് ചെയ്ത് പോവുക. അപ്പൊ റിസ്കിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളെ കയ്യിൽ ഇപ്പൊ ഒരു മൊത്തത്തില് 5000 USD ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 5000 USD ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു എമൗണ്ടിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഒരു എമൗണ്ടിലാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഒരു ദിവസം കൊണ്ട് തീർക്കാം, ശരിയല്ലേ? ഒരു ദിവസം കൊണ്ട് തീർക്കാം. പക്ഷേ നിങ്ങൾ എപ്പോഴും റിസ്ക് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫണ്ടഡ് അക്കൗണ്ടിലായിക്കോട്ടെ, നിങ്ങളുടെ ലൈവ് അക്കൗണ്ടിലായിക്കോട്ടെ, എന്തിലും ആയിക്കോട്ടെ, മാക്സിമം ഒരു ട്രേഡിന് 1% കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും റിസ്ക് ചെയ്യരുത്. മാക്സിമം 1%. ക്ലിയർ ആണോ? ഫണ്ടഡ് അക്കൗണ്ടിന്റെ കേസ് പിന്നെ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു ലൈവ് അക്കൗണ്ടിൽ നിങ്ങളൊരു ലൈവായിട്ട് കിടക്കുന്ന മണിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു ട്രേഡിന് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ 1%ന്റെ മുകളിൽ പോയി ട്രേഡ് ചെയ്യരുത്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 0.5% നിങ്ങൾക്ക് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1% നിങ്ങൾക്ക് ചെയ്യാം. ഈ രണ്ട് രീതിയിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അതല്ലാതെ ഈ ഒരു 1% എനിക്ക് SL ആയി, ഫസ്റ്റ് 1% എനിക്ക് SL ആയി, എന്നാൽ ഇതും കൂടെ ചേർത്ത് 2% ഇട്ട് പിടിക്കാം എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് പരാജയം തുണ്ടു തുടങ്ങും. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ടെക്നിക്കൽ എഡ്ജ് ഇടയ്ക്കൊന്ന് പാളി എന്ന് പറഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. സൈക്കോളജി റിസ്ക് മാനേജർ ഒരടി തെറ്റിക്കരുത്. കറക്റ്റ് 1%. അത് എത്ര ആയിക്കോട്ടെ നിങ്ങളുടെ എമൗണ്ട്, എത്ര ആയിക്കോട്ടെ കാര്യങ്ങൾ നിങ്ങളുടെ എമൗണ്ട്, അത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇപ്പോൾ 1% എനിക്ക് ഇപ്പോൾ തുടക്ക സമയങ്ങളിൽ നിങ്ങൾ 1% വേണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 0.5 ചെയ്യാം. ആ 0.5 ചെയ്താൽ ഞാൻ ഇന്നൊരു 10 ട്രേഡ് എടുത്താൽ, ഞാൻ മൊത്തത്തിലൊരു 10 ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്താൽ, ആ 10 ട്രേഡിലും നിങ്ങൾ വെച്ചിരിക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കണം, 0.5% ആയിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയാൽ 100% എഴുതി വെച്ചോ, നിങ്ങളെ ട്രേഡർ ആക്കിയിരിക്കും. ഈ 10 ട്രേഡും നിങ്ങൾക്കൊരു 0.5%-ൽ വ്യക്തമായിട്ട്, വളരെ കൺട്രോൾഡ് ആയിട്ട്, വളരെ മൈൻഡ് സെറ്റ് വളരെ പ്രോപ്പറായിട്ട്, നിങ്ങൾ ആ സൈക്കോളജി ആസ്പെക്ട്സും എല്ലാം പക്കയായിട്ട് നിങ്ങൾ അതിനെ റിസ്ക് മാനേജ് ചെയ്താൽ 100% നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ ട്രേഡർ ആയിരിക്കും. അല്ല അതല്ല ഇത് നമ്മളുടെ ഒരു എമൗണ്ട് പോയി, നമ്മൾ ഒരു -2%, ടോട്ടൽ ക്യാപിറ്റലിന്റെ -2% ആണ്. അപ്പൊ നമ്മളുടെ മനസ്സിൽ വന്നു തുടങ്ങുന്ന ശേലമാണ് നമുക്കൊരു നമുക്ക് തിരിച്ചു പിടിക്കണം, എന്നാൽ പെട്ടെന്ന് പാവട്ടെ എന്നുള്ള രൂപത്തിൽ നമ്മൾ വീണ്ടും ഒരു 1% എന്നുള്ളത് 2% ആക്കി അപ്പാക്കും. ക്ലിയർ അല്ലേ? 1-2% അപ്പാക്കും. അവിടെ വീണ്ടും SL കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പ്രഷറായി, മൊത്തത്തിൽ സൈക്കോളജി മൊത്തത്തിൽ മിസ്റ്റപ്പായി, കാര്യങ്ങളായി, പിന്നെ നമ്മളെ കൈ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. നിങ്ങൾ ഏത് ട്രേഡ് എടുത്താലും നിങ്ങൾ ആദ്യമേ അതിനൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് 0.25 ആണെങ്കിൽ 0.25, 0.5 ആണെങ്കിൽ 0.5, 1 ആണെങ്കിൽ 1, 0.75 ആണെങ്കിൽ 0.75. ചെറിയ എമൗണ്ട് ആണ്. അത് വെറും ഓക്കെ, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു $100 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, $100 0.01-ലാണ് ഞാൻ ലോട്ട് എടുക്കുന്നത്. അതിന് താഴെ എടുക്കാൻ പറ്റില്ല. മനസ്സിലായി. ഇപ്പോ മാറ്റലില്ല ഞാൻ. മനസ്സിലായി. അപ്പൊ ശരിക്കും ലോട്ടിന്റെ സൈസ് വെച്ചിട്ടല്ല ഒരിതിൽ ജഡ്ജ് ചെയ്യേണ്ടത്. ലോട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 0.01 അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് $100 ഉണ്ട്. ഓക്കെ, $100 ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുക. ഞാൻ ഒരു ട്രേഡിന് ഞാൻ നഷ്ടപ്പെടുന്ന എമൗണ്ട് $5 ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായപ്പോൾ? ഓക്കെ, ഒരു ട്രേഡിന് ഞാൻ നഷ്ടപ്പെടുത്തുക $5 ആണ്. ഞാൻ എൻ്റെ TP അടിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് $10 ആണ്, അല്ലെങ്കിൽ $15 ആണ്. ഓക്കെ, അപ്പൊ എല്ലാ ട്രേഡിനും ബ്രോ എന്ത് ചെയ്യാ, 5 5 5 5 അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതല്ലാതെ അത് 0 മനസ്സിലായി. പക്ഷെ എനിക്ക് 1% ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓക്കെ, ലോട്ട് നമ്മളെ FX പോയിട്ട് ലോട്ട് ചെക്ക് ചെയ്യുമ്പോൾ അത്ര വരില്ല, 0.01 അത്ര വരില്ല. വരുന്നില്ല. അപ്പൊ അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
അതിനും കുറക്കാൻ മനസ്സിലായി. പറ്റില്ല. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ $100 എന്നുള്ള സ്കീമിലേക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു പെർസെൻറ്റേജ് കണക്ക് പറയാതെ, ചെറിയൊരു എമൗണ്ട് എന്നുള്ള കേസ് ആയതുകൊണ്ട് പെർസെൻറ്റേജ് കണക്ക് പറയാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എമൗണ്ട് നിശ്ചയിക്കുക. നിങ്ങൾ അതായത് ഇപ്പൊ $5 എനിക്ക് മൊത്തത്തിൽ നഷ്ടം വരുന്നത്. ഓക്കെ, ഒരു ട്രേഡ് SL അടിച്ചാൽ $5 എനിക്ക് നഷ്ടം വരും. ഒരു ട്രേഡ് എനിക്ക് TP അടിച്ചാൽ ഞാൻ $10 അല്ലെങ്കിൽ $15 എടുക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അവിടെ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ട്രേഡിലും നഷ്ടപ്പെടുന്ന എമൗണ്ട് എന്താണ്? സെയിം ആണ്, ആ $5 ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ അവിടെ പെർസെൻറ്റേജ് കണക്ക് ചെയ്യാതെ, നിങ്ങൾ ആ ഒരു എമൗണ്ടിന്റെ കേസ് ആയതുകൊണ്ട് പെർസെൻറ്റേജ് കണക്ക് ചെയ്യാതെ എന്ത് ചെയ്യുക, ഒരു എമൗണ്ട് നിശ്ചയിക്കുക. ഒരു $5 ആണ് മൊത്തത്തിൽ നഷ്ടം വരുന്നത്. അപ്പൊ $5 എന്നുള്ള രൂപത്തിൽ ചെയ്യാം. $5 ലോസ് നിൽക്കുന്ന ട്രേഡുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. അല്ല, അപ്പൊ ഗോൾഡിലൊക്കെ ചെയ്യുമ്പോ ഗോൾഡിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അതിലെന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്യുക. So that is for per trade or for one day. യെസ്. If I lose that No, $5, not one day. It is one per trade. Per trade, per trade ₹5 എന്നുള്ള രൂപത്തിൽ $5. okay, fine, sir. Then if I take 2 or 3, 2 trades maximum we can do. Yes. So I can risk $10. Yes. Correct. If I stop the day both the trades are stop loss means I have to shut down the system and move on. Correct. Right. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഒരു $10 നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിപാടി നമ്മൾ തീർന്നു. ആ ദിവസത്തെ പരിപാടിയും കാര്യങ്ങളും അവിടെ തീർന്നു എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് ചെയ്യാനൊന്നുമില്ല. നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളൊരു $100 തുടങ്ങുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു $5 പെർ ട്രേഡ് $5 എന്നുള്ള സ്കീമിലേക്ക് നിങ്ങൾ അതിനെ സെറ്റ് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വലിയ എമൗണ്ട് ആണ്, ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നിങ്ങൾക്ക് 0.5 ചെയ്യാം, അല്ലെങ്കിൽ 1% ചെയ്യാം. ഈ രൂപത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ മാക്സിമം 1% തന്നെ ചെയ്യാം. 0.5 ചെയ്യാതെ മാക്സിമം 1% എന്നുള്ള രൂപത്തിലേക്ക് നിങ്ങൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് റിവാർഡാണ്. റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, 1:2 റിസ്ക് റിവാർഡ് എടുക്കാം, അതല്ലെങ്കിൽ 1:3. ഇതാണ് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്, 1:2 and 1:3. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 50% വിൻ റേറ്റ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, 1:2 എന്നുള്ള റിസ്ക് റിവാർഡിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോവുക. അതായത് നിങ്ങൾ മൊത്തം 10 ട്രേഡ് എടുത്തു. 10 ട്രേഡിനും ഞാൻ 1% ആണ് റിസ്ക് വെച്ചത്. ആ 10 ട്രേഡിലും എനിക്ക് സംഭവിച്ചത് 5 എണ്ണം SL, 5 എണ്ണം SL ആൻഡ് 5 എണ്ണം എന്ത്, TP. ക്ലിയർ അല്ലേ? 5 എണ്ണം SL, 5 എണ്ണം TP. അപ്പൊ എനിക്ക് 5 SL വന്നപ്പോൾ എനിക്ക് മൊത്തം എത്ര $ആണ് നഷ്ടമായത്? എന്റെ ടോട്ടൽ എത്ര പെർസെന്റ് നഷ്ടമായത്? 5%, -5%. ഇവിടെ ആണെങ്കിലോ 5 TP വന്നപ്പോഴോ 10%. അപ്പൊ റിമൈനിങ് വീണ്ടും നമുക്ക് എന്തുണ്ട്, 5 RR അപ്പിലല്ലേ? അല്ലേ? വീണ്ടും നമ്മളവിടെ 5 RR അപ്പാണ്. അതാണ് ഇവിടെ റിസ്ക് മാനേജ്മെന്റിനെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റിസ്ക് ചെയ്യുന്നതിന്റെ ഗുണം. ഇവിടെ എങ്കിലും നിങ്ങൾ ഇവിടെ ഒരു 5 SL വന്നു, അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരിടത്ത് ഒരു SL അടിച്ചാൽ മതി, അത് 1% മാറ്റി 2% ആക്കിയത് മൊത്തത്തിൽ മിസ്റ്റപ്പ് ആയില്ലേ? ഇവിടെ എന്തുകൊണ്ട് ഈ +5 RR എൻഡപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ട്രേഡിനും, ഈ 10 ട്രേഡിനും നമ്മൾ സെറ്റ് ചെയ്തിരുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1% ആണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ 5 ട്രേഡ് SL അടിച്ചിട്ടും 5 TP അടിച്ചിട്ടും ഒരേ കണക്ക് വന്നിട്ടും ഇവിടെ നമ്മൾ എൻഡപ്പ് ചെയ്തതെന്ന് പറയുന്നത് ഈ റിസ്ക് മാനേജ്മെന്റിന്റെ ഗുണമാണ്. കറക്റ്റ് 1 രൂപ റിസ്ക് വെച്ചു, 1 രൂപ വെച്ചാൽ ഞാൻ 2 രൂപ എടുക്കും. ഇപ്പൊ നിങ്ങൾ $50 നിങ്ങൾ SL വെച്ചാൽ ഞാൻ $100 എടുക്കും. നിങ്ങൾ $100 വെച്ചാൽ ഞാൻ 200 എടുക്കും. നിങ്ങൾ $200 വെച്ച് കഴിഞ്ഞാൽ ഞാൻ 400 ആണ് എൻ്റെ TP. നിങ്ങൾ 500 വെച്ചാൽ ഞാൻ 1000 എടുക്കും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. എന്നാൽ 1:3 ആണ് നിങ്ങൾ റിസ്ക് റിവാർഡ് എടുക്കുന്നത് എങ്കിൽ, ഒരു രൂപ വെച്ചാൽ ഞാൻ 3 രൂപ ടേക്ക് ഔട്ട് ചെയ്യും എന്നുള്ള രൂപത്തിലേക്കാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 33% എങ്കിലും ഒരു വിൻ റേറ്റ് ഉണ്ടാവണം.
മിനിമം ഒരു 33% നിങ്ങൾക്ക് എന്തുണ്ടാവണം, വിൻ റേറ്റ് ഉണ്ടാവണം. മൊത്തം ഇത് ഞാൻ അതേ ചെയ്തതുപോലെ തന്നെ മൊത്തം 10 ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. 10 ട്രേഡ്സ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. അതിൽ തന്നെ 7 എസ് അല്ല, 10 എടുത്തതിൽ 7 എസ് എൽ ആൻഡ് ബാക്കി 3 എന്ത്, ടി പി. ക്ലിയർ അല്ലേ? 7 എസ് എൽ വരുമ്പോൾ എനിക്ക് എത്ര പോയി? -7 പോയി. ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ അല്ലേ? Then, അതെ then ആ we have to maintain a Paka strategy and we have to with trained in that. Once more. We must, 1:3 means we should have a solid strategy. No, Yes, sir? 100%. Yeah. Firstly, you will trust your setups. That's it. Okay. ₹1 കറക്റ്റായിട്ട് നിങ്ങൾ റിസ്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ₹3 എടുത്തിട്ട് നിങ്ങൾ ഇറങ്ങുള്ളൂ എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, അതിനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ 1:2 ആണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എങ്കിൽ ഞാൻ ₹10 മൊത്തത്തിൽ 10 റുപ്പീസാണ് ഞാൻ റിസ്ക് വെച്ചിട്ടുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ₹20 ടേക്ക് ഔട്ട് ചെയ്യും. ഇതിൽ ഞാൻ ₹10 ആണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ₹30 ടേക്ക് ഔട്ട് ചെയ്യും. ഇല്ല ബ്രോ, ഇപ്പോ നമ്മള് ഒരു ലിക്വിഡിറ്റി പോയിന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു സിംഹൈ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഇപ്പോ നമ്മൾ കഴിഞ്ഞ ട്രേഡ് 1:2 ആണ് വെച്ചതെങ്കിൽ 1:3ക്ക് ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഈ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ 1:2 തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതെ അതെ അതെ. അതല്ല, ഇതിപ്പോൾ പോട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ 1:2 വെച്ചു. ഓക്കെ, നിങ്ങൾ 1:2 ട്രേഡ് എന്നുള്ള രൂപത്തിലാണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ 1:2 പോയിന്റ് എന്ന് വിചാരിക്കുക. അല്ല പോട്ടെ, ഇവിടെ വെച്ചു. ഇതാണ് നിങ്ങൾ ഈ പറഞ്ഞ ലിക്വിഡിറ്റി പോയിന്റ്. ഇതിലേക്ക് എത്ര ഉണ്ട് റാലി? ഇവിടുന്ന് വേണ്ട, ഇത്ര വെക്കാം. ഓക്കെ, ഇത് എത്ര ഉണ്ട്? 1:3 പോയിന്റ് സംതിങ് ഉണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ എൻട്രി എക്സിക്യൂട്ട് ചെയ്യണത്. ഇതാണ് നിങ്ങൾ ഈ പറഞ്ഞ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും 1:2 എൻട്രി എടുക്കുന്ന ആൾക്കാരാണ്, എക്സിക്യൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് എവിടെ എത്തുമ്പായി? ഇവിടെ എത്തുമ്പായി. ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ എക്സിറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇവിടെ വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്, കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതിനപ്പുറമായിട്ട് ഈ ഒരു വ്യക്തമായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? വ്യക്തമായിട്ടുള്ള പാർഷ്യൽസ് ടേക്ക് ഔട്ട് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ ഇവിടെ ടോട്ടലായിട്ടുള്ള ലോട്ട് സൈസിന്റെ മിനിമം 80% എങ്കിലും ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കണം. ക്ലിയർ? ബാക്കി 20% ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്ര റാലി ചെയ്യേണ്ടത്. ക്ലിയർ? മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ബ്രോ, ഓക്കെ. ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആയോ? കറക്റ്റ് ഒന്നുകൂടി പറയൂ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായി. ഇപ്പൊ 1:3 എന്നുള്ള രൂപത്തിലാണ്. ഇതാണ് 1:3 പോയിന്റ്, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കീ ലെവൽ അല്ലെ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ മാർക്കറ്റ് ഇവിടെ തൊട്ട് ഇവിടെ വരെ പോകുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വ്യൂ. അപ്പൊ നമ്മളുടെ ഇത് പ്രകാരം 1:2 ആണ് നിങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. 1:2 പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് ഇവിടെ വെച്ച് എന്റെ 1:2 ആയി. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? നിങ്ങൾ മൊത്തത്തിൽ ഒരു 0.05 1 ലോട്ട് എടുത്തെന്ന് വിചാരിക്കുക. ആ 1 ലോട്ടിന്റെ 80%, ആ ഒരു ലോട്ടിന്റെ 80% നിങ്ങൾ ഇവിടുന്ന് ബുക്ക് ചെയ്ത് മാറിയിരിക്കണം. ക്ലിയർ ആയോ? അതായത് നിങ്ങൾ ടോട്ടലായിട്ട് എടുത്ത ലോഡ് സൈസിന്റെ 80% പാർഷ്യലായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നു. എന്നിട്ട് SL എങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യുന്നു? നമ്മളെ എൻട്രി പോയിന്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. പിന്നെ നമ്മൾ നഷ്ടം വഹിക്കില്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കി 20% ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നതിന് കുഴപ്പങ്ങളില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മളെ പ്രോഫിറ്റിനെ സെക്യൂർഡ് ആക്കി, SLനെ മാനേജ് ചെയ്തു, റിമൈനിങ് തിങ് ടേക്ക് ഔട്ടും ചെയ്തു. ക്ലിയർ? മനസ്സിലായോ? ആ ലോജിക്ക് മനസ്സിലായോ? Okay, sir. ഓക്കെ, ഫൈൻ. അതാണ് ഞാൻ പറയാം, ഇപ്പോൾ പ്രോപ്പറായിട്ട് റിസ്കുകൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, 1:3 ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വയസ്സായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 1:2 വേണമെങ്കിൽ 1:2 ചൂസ് ചെയ്യാം, 1:3 വേണമെങ്കിൽ 1:3 ചൂസ് ചെയ്യാം. ഏതെടുത്ത് കഴിഞ്ഞാലും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇപ്പോൾ 1:2 ആണെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം, 1:3 ആണെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ക്ലിയർ? പകരം നിങ്ങളൊരു 1:3 ട്രേഡർ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് എവിടെയാണ് ആവുന്നത്?
നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴേ നിങ്ങൾ ഫുൾ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ വരുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫുൾ ക്വാണ്ടിറ്റി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നിന്ന് പാർഷ്യൽസ് ബുക്കിംഗ് ഒന്നുമില്ല. കാരണം നിങ്ങൾ 1:3 ആണ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1:3 ആവുന്നത് ഈ ലിക്വിഡിറ്റി പോയിന്റ് എത്തുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫുൾ എമൗണ്ട് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ബുക്ക് ചെയ്ത് മാറുക. 1:2 ആവുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് നിങ്ങളുടെ പാർഷ്യൽസ് ബുക്ക് ചെയ്യുക. ദെൻ 20% റിമൈനിങ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ കേസ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. 10 ട്രേഡ് ഞാൻ മൊത്തം എക്സിക്യൂട്ട് ചെയ്തു. അതിൽ 7 എണ്ണവും 70% SL, 7 എണ്ണം SL, 3 TP. അങ്ങനെ വരുമ്പോൾ 3 TP ആയപ്പോൾ 3 × 3 3 × 3 9 ആണേ. 7 SL എന്ന് പറയുമ്പോഴത്തേക്ക് -7. അപ്പോൾ എത്ര റിമൈനിങ്? പിന്നെ എപ്പോഴും എത്ര ഉണ്ട്? +2 ആറല്ലേ? അപ്പോഴും നമ്മൾ എന്ത് ചെയ്ത് എന്തിലാണ്? പ്രോഫിറ്റിലാണ്. ഞാനിവിടെ നോക്കിയത് ആ ദിവസത്തെ അല്ല, ആ കാര്യങ്ങളെയല്ല, ഞാൻ ഓവറാൾ ആ മന്ത് മാത്രമാണ് ഞാൻ നോക്കിയത്. ഞാൻ മൊത്തത്തിൽ ആ മാസം 10 ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ ഞാൻ 50% വിൻ റേറ്റിൽ ഞാൻ 10 ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. 5 SL, 5 TP, എനിക്ക് +5 ആറാം. ഞാൻ 1:3 ആയിരുന്നു ഞാൻ എൻ്റെ അടുത്ത സിസ്റ്റം എന്നുണ്ടെങ്കിൽ അതിലെനിക്കൊരു 10 ട്രേഡ് എടുത്തു, 7 എണ്ണം SL അടിച്ചു, 3 TP അടിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ ഇതിൽ തന്നെയാണ്, പ്രോഫിറ്റിലാണ്. അപ്പോൾ മേജറായിട്ട് എല്ലാവരും ടേക്ക് ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ 1:2 അല്ലെങ്കിൽ 1:3 എന്നുള്ള രൂപത്തിലാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഒരു സിസ്റ്റം, അതായത് നിങ്ങൾ അത്രമാത്രം ഡിസിപ്ലിൻ. 1:3 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ അത്രമാത്രം ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരു 15 മിനിറ്റിൽ എക്സിക്യൂട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു 8 മണിക്കൂർ, 7 മണിക്കൂർ, 9 മണിക്കൂർ എടുക്കാം. അപ്പോൾ അതിനിടയിലൊന്നും അത്രയും മെന്റലി ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അതിനെ നോക്കിക്കാണാൻ. അപ്പം അതിനിടയിൽ പോയി 1:3 ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാൾ അതിനിടയിൽ പോയി 1:2 1:1 എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ ലോസിലായി എൻ്റെ അപ്പ്. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? ഈ 3 TP അടിച്ചതും ഞാൻ 1:3 കറക്റ്റായിട്ട് ബുക്ക് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇവിടെ +2 ആർ വന്നത്. അതിനിടയിൽ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ പാർഷ്യൽസ് ഇവിടെ 1 hour ബുക്ക് ചെയ്തു, ഒരെണ്ണം 1.5 ബുക്ക് ചെയ്തു, ഒരെണ്ണം 2.5 ബുക്ക് ചെയ്തെങ്കിൽ ഇത് എൻ്റെ അപ്പ് ചെയ്യുന്ന ലോസിലായിരുന്നു. ഞാൻ പറഞ്ഞ ലോജി ക്ലിയർ ആയോ? ക്ലിയർ ആയി. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ആ റിസ്ക് മാനേജ്മെന്റ് മനസ്സിലായി. ഇല്ലാതെ ഒരു പരിപാടി നടക്കൂല. പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യുക. ആ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ ഒരു പരിപാടി നടക്കണതല്ല. ക്ലിയർ? അപ്പൊ നിങ്ങൾ തുടക്കമേ ശീലിക്കേണ്ട കേസ് എന്ന് പറഞ്ഞു. സാർ നമ്മള് ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞല്ലോ സാർ, ചെറിയ ലോട്ടറിയിൽ കളിക്കുന്ന ആൾക്കാർക്ക് ഓക്കെ. സാർ നേരത്തെ പറഞ്ഞ ഒരു 5 നിങ്ങൾ ഫിക്സ് അതെ അതെ അതെ. വോയിസ് ബ്രേക്ക് പിന്നെ ആയി ബ്രോ, വോയിസ് ബ്രേക്ക്. ചെയ്യാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞത്. റിപ്പീറ്റ് ചെയ്യോ? നമുക്ക് ആ വോയിസ് 5 പറഞ്ഞു. അതെ ആ, നേരത്തെ സാറ് പറഞ്ഞു, കേൾക്കുന്നുണ്ടോ അപ്പൊ? കേൾക്കണ്ട സാർ പറഞ്ഞു. അപ്പൊ നേരത്തെ സാർ പറഞ്ഞു മിനിമം നമ്മൾ $5 നിങ്ങൾ ഫിക്സ് ആക്കുന്നെങ്കിൽ അതിൽ തന്നെ ഫിക്സ് ആയി നിൽക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ $5 വെക്കാൻ പറ്റുന്ന ഇതിലുള്ള ട്രേഡ് തന്നെ കിട്ടിയാലല്ലേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതെ 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 എക്സാക്ട്ലി. ആ അല്ലെ? 5 ട്രേഡ് അല്ലെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ ട്രേഡ് അതെ എടുക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. 5ന്റെ ഉറപ്പായിട്ടും. സ്റ്റോപ്പ് ലോസ് അതല്ലെങ്കിൽ വെക്കാൻ നിങ്ങൾ എന്ത് പറ്റുന്ന ചെയ്യാം? അനുസരിച്ചുള്ള ട്രേഡ് വന്നാൽ മാത്രമേ പറ്റൂ. ഉറപ്പായിട്ടും 100%. സാർ sorry. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓ. നിങ്ങൾക്ക് $100 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്, ഫൈൻ. ഇപ്പോൾ ഒരു $10 ഓക്കെയാണ്. $100 ആകുമ്പോൾ 10 ട്രേഡ് നമുക്ക് മൊത്തത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. മാക്സിമം 10 SL ആണ്. ആ 10 ട്രേഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ രൂപത്തിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 10 ആണ് അവിടെ വെക്കുന്നെങ്കിൽ നിങ്ങൾ എന്തെടുത്തിരിക്കണം? 20 30 എടുത്തിരിക്കണം. അതെ 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 20 or 30 എടുത്തിരിക്കണം. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാം. ഓക്കെ. ഒരിക്കലും ഒരു $100 ആണെങ്കിൽ മാക്സിമം ഒരു ബിഗിനിങ് ഫേസിൽ 5 10 അങ്ങ് അറ്റമാണ്. ഓക്കെ, 10 ഒരുപാട് അങ്ങ് അറ്റമാണ്. ആ. മാക്സിമം 5. ഒരു അത് നമ്മൾ ഗോൾഡിലൊക്കെ $3 ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാകും. ബുദ്ധിമുട്ടാണ്. അതെ ഒരു അതെ $3 വെക്കുകയാണെങ്കിലും നമുക്ക് റിസ്ക് ഇത് ലോട്ട് കണക്കാക്കാൻ പറ്റൂലേ? $100 ആ നിങ്ങളിപ്പോൾ $3 ആണ് വെക്കുന്നത് എങ്കിൽ നിങ്ങൾ ടാർഗറ്റ് എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ 10 തന്നെ എടുത്തിരിക്കണം. 10 തന്നെ എടുത്തിരിക്കണം. ആ. ഓക്കെ. 3 ആണെങ്കിൽ SL എങ്കിലും 10 എടുക്കുക. ആ ഒരു ടേക്ക് ഔട്ടിൽ ഒരു കുറവും വരുത്തരുത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഗോൾഡിന്റെ കേസും കാര്യങ്ങളല്ല, നിങ്ങൾക്ക് തുടക്കം പഠിക്കാൻ വേണ്ടി നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ ഒരു ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. പിന്നെ മറ്റേ 5K ഒക്കെ ഉണ്ട്, 5K 2.5K ഒക്കെ ഉണ്ട്, 2K ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ഒരുപാട് സാറേ, പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് ഏതാ സാർ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫണ്ടിങ് പിപ്സുകൾ നോക്കാം, ഫണ്ടഡ് നെസ്റ്റ് നോക്കാം, GFT നോക്കാം. ഫണ്ട് നെക്സ്റ്റ്. ഫണ്ടഡ് നെസ്റ്റ്, ഫണ്ടിങ് പിപ്സ്, GFT ഇതെല്ലാം നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ റിസ്ക് മാനേജ്മെന്റ് അതുവഴി ഒന്ന് പ്രോപ്പറായി കിട്ടും. കാരണം നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ടും ചെയ്യാം, റിസ്ക് മാനേജ് ചെയ്യുകയും ചെയ്യാം.
എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു അക്കൗണ്ട് കൊണ്ട് നിങ്ങൾ പാസ്സാകും എന്നുള്ളതല്ല അർത്ഥം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചിലപ്പോൾ ഒരുപാട് അക്കൗണ്ടുകൾ പോയിരിക്കാം, കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കാം. പക്ഷേ നിങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് പഠിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് മാക്സ് നിങ്ങൾ ഒരു 0.5 ഇട്ട് ചെയ്താൽ മതി. എല്ലാ ട്രേഡിനും 0.5. ഇപ്പോൾ ഒരു 5K അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു 0.5 വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ $25, $25 ആണ് SL വരിക, $15 TP. അപ്പോൾ എല്ലാ ട്രേഡും നിങ്ങൾ എന്ത് ചെയ്യുക, അത് ടേക്ക് ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഒരു മാസം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിനെ സ്ട്രിക്ട്ലി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങൾ ഒരു 3 മാസം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി, നിങ്ങൾ ട്രേഡർ ആയിരിക്കും, 100% ട്രേഡർ ആയിരിക്കും. ഒരു മാസം ഒന്ന് പിടിച്ചിരിക്കാൻ പറ്റുമോ നോക്ക്. എന്നിട്ട് നമുക്ക് 3 months. പറഞ്ഞു Excuse me, sir. പ്രിയ പറഞ്ഞു. Sir, actually, if in dollars, I am fixing $10 as my daily stop loss. ഓക്കെ ഫൈൻ. ഓക്കെ, Then I have to follow the same for the rest of my all trading days. യെസ് യെസ് Am I right, sir? യെസ് റൈറ്റ്. If I am risking $10 means daily I have to, if I am a 1:2, I'm targeting 1:2 means once I have to ready to give $10 and I have to ready to take $20. എക്സാക്ട്ലി. I should not change that stop loss and target amount. യെസ്, കറക്റ്റ്. I have to follow the same in all metrics. You must follow. Okay. That's it. Okay, അത് If I got the perfect setup for that particular amount win, then I have to execute only the trades. യെസ്, 100% കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ സെറ്റപ്പുകളിൽ ഒരു 100% നിങ്ങൾ കോൺഫിഡന്റ് ആണ് എങ്കിൽ മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ സെറ്റപ്പ് എനിക്ക് അത്ര കോൺഫിഡന്റ് അല്ല Okay. എന്നുള്ളതാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ആ If ട്രേഡ് somewhere, if we have any doubts means we should not execute the trade. 100%. യെസ്. Okay. ഓക്കെ, 100% കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. Okay. ഓക്കെ, പിന്നെ ഒരു ഡൗട്ട്, നമ്മളിപ്പോ ഒരു SL വെക്കുമ്പോൾ നമ്മളുടെ റിസ്ക് റിവാർഡ് നമ്മള് സ്റ്റിക്ക് ഓൺ ചെയ്യണത് ഒരു 3% അല്ലെങ്കിൽ 5% ആണെന്ന് വെക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ SL വെക്കാൻ അതിന്റെ മുന്നേ തന്നെ ഒരു ചാൻസ് ഉണ്ട്. അതായത് SL അത്ര വരുള്ളൂ, അപ്പൊ അവിടെ 2% അത്ര വരുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചൂടെ? SL കുറയല്ലേ? SL എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെർസെൻറ്റേജ് കണക്കിൽ തീരുമാനിക്കേണ്ടതല്ല. SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ നിങ്ങൾ ഓൾറെഡി ടെക്നിക്കലിൽ ഷാഫി പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഓൾറെഡി നിങ്ങളത് പ്രോപ്പറായിട്ട് വെക്കുന്ന ഏരിയകളും കാര്യങ്ങളും ഉണ്ട്. ഒരിക്കലും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെയാണ് എൻ്റെ ടാർഗറ്റ് എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇതാണ് എൻ്റെ ടാർഗറ്റ് ഏരിയ. ഓക്കെ, ഇത് ടാർഗറ്റ് ഏരിയയ്ക്ക് ഇവിടെ എത്താൻ വേണ്ടി എനിക്ക് എന്തില്ല, 1:1.55 ഉള്ളൂ എന്ന് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ SL അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് 2 ആക്കരുത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇത് ഈ ഒരു ഏരിയ വേറെ പോയിട്ട് ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ SL ഇവിടെ കീപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വ്യക്തമായിട്ടുള്ള വാലിഡ് ലിക്വിഡിറ്റി പോയിന്റ് ആണ് എങ്കിൽ ഇപ്പോൾ 1.76 ഉള്ളൂ എന്ന് വെച്ച് നിങ്ങളോട് പോയി ബുക്ക് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ഒരു ഏരിയ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CTC ആക്കാം, കോസ്റ്റ് ആക്കാം, നഷ്ടങ്ങളില്ല. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, 1:2 അങ്ങ് എടുത്താൽ മതി. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. പറയാമോ? ഓക്കെ, അതായത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ് പോയിന്റ്. ഓക്കെ, ഇതാണ് എൻ്റെ എൻട്രി പോയിന്റ്. ആ എൻട്രി പോയിന്റിൽ നിന്ന് ടാർഗറ്റിലേക്ക് ഏകദേശം 1:2 ഉണ്ടോ? 1.7 ഉള്ളൂ അല്ലേ, 1:2 ഇല്ല എന്ന് വെച്ച് നിങ്ങൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പകരം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് പ്രൈസ് തിരിയാനുള്ള സാധ്യത ഉണ്ട്, റിവേഴ്സലാവാനുള്ള സാധ്യത ഉണ്ട്, നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു SL എടുത്തിട്ട് നിങ്ങൾ എന്തിലേക്ക് സെറ്റ് ചെയ്യാം, കോസ്റ്റ് ആക്കാം, എൻട്രി പോയിന്റിലേക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ടാർഗറ്റ് ബുക്ക് ചെയ്യരുത്, എന്നിട്ട് എന്ത് ചെയ്യുക, 1:2 ബുക്ക് ചെയ്ത് മാറുക. ക്ലിയർ ആയോ? പിന്നൊന്ന് പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരാനും പോണില്ല, മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ടാർഗറ്റ് ടേക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യും. ക്ലിയർ?
ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ആ ഇത്ര ഉണ്ടെങ്കിൽ ക്ലിയർ ബ്രോ, പറയാം. ക്ലിയർ. ആ ക്ലിയർ ക്ലിയർ. ആ ക്ലിയർ. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? മനസ്സിലായോ? ആ മനസ്സിലായി ബ്രോ. എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പോൾ ഈ റിസ്ക് മാനേജ്മെന്റ് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഒരു ട്രേഡിംഗ് ജേണി എന്നുള്ളത് കേസ് മനസ്സിലായോ? ഈ റിസ്ക് മാനേജ്മെന്റിനെ നിങ്ങൾ 100% സ്ട്രിക്ട്ലി ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഒരു ട്രേഡറായിട്ട് കൺവേർട്ട് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങളത് തുടക്കമേ എന്ത് കൊടുത്തു നിങ്ങളത് ചെയ്തിരിക്കണം. ഓക്കെ, ഇടയ്ക്കൊക്കെ മെസ്റ്റപ്പ് ആവും, ശരിയാണ്, കാര്യങ്ങളാണ്, മനുഷ്യന്മാരാണ്, ശരിയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ അതിലേക്ക് തിരിച്ചു വരണം. ക്ലിയർ? ഞാൻ തുടക്കം പറഞ്ഞ ആ വാചകം എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. നിങ്ങൾ ഈ പ്രോസസ്സിനെ എൻജോയ് ചെയ്യുക. ഒരു മണി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിൽ നിങ്ങൾ ആനന്ദം കണ്ടെത്താൻ നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ അതിൽ ഹാപ്പി ആവാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മളിതെല്ലാം സെറ്റ് ആവും. ക്ലിയർ അല്ലേ? ആ ക്ലിയർ ആണ് ബ്രോ. ഓക്കെ, ഈ കാര്യങ്ങൾ ഓക്കെ ഓക്കെ ഓക്കെ. അല്ലേ? Okay, അപ്പോൾ okay, നമ്മൾ വ്യക്തമായിട്ട് ടെക്നിക്കൽ എഡ്ജ് നമ്മൾ സെറ്റാക്കി എടുത്തു. അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് നമ്മൾ പക്കയാക്കി, സൈക്കോളജി നമ്മൾ പ്രോപ്പറായി. ഓക്കെ, ഈ 3 കാര്യങ്ങളും ഒത്തിണങ്ങി വരുന്നിടത്ത്, അല്ലെങ്കിൽ ഈ 3 കോമ്പിനേഷനാണ് നിങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഓരോരോ ട്രേഡറും. അതല്ലാതെ ടെക്നിക്കൽ എഡ്ജ് മാത്രം നിങ്ങൾ 100% പുലിയാണ് എങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും ട്രേഡർ ആവില്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടറേറ്റും അതേപോലെ ഡോക്ടറും എഞ്ചിനീയറിംഗ് ഡിഗ്രി പോലെ തന്നെ എല്ലാവരും ട്രേഡറായി മാറിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മനക്കെട്ടി വേണം, മൈൻഡ് സെറ്റ് വേണം. ഈ പ്രോസസ്സിൽ മാത്രം എൻജോയ് ചെയ്യുക. ആ ഒരു കാര്യങ്ങൾ മാത്രം, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സൊന്ന് പാളിപ്പോന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം. ഉറപ്പായിട്ട് ഞങ്ങൾ വേണ്ട എല്ലാ ഹെൽപ്പുകളും നിങ്ങൾക്ക് ചെയ്യും. ക്ലിയർ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ ഇതെല്ലാം 3 കഴിഞ്ഞു. നിങ്ങൾ ടെക്നിക്കൽ എഡ്ജിൽ അടിപൊളിയായി. റിസ്ക് മാനേജ്മെന്റിൽ ഒരു രക്ഷയില്ല. പ്രോപ്പറായിട്ട് 1% നിങ്ങൾ റിസ്ക് ചെയ്യുന്നു. പ്രോപ്പറായിട്ട് റിവാർഡുകളും ടേക്ക് ഔട്ട് ചെയ്യുന്നു. 1:2 എന്നുള്ള രൂപത്തിലോ 1:3 എന്നുള്ള രൂപത്തിൽ നിങ്ങൾ റിവാർഡും ടേക്ക് ഔട്ട് ചെയ്യുന്നു. പ്രോപ്പറായിട്ട് റിസ്ക്കും സെറ്റ് ചെയ്യുന്നു. പിന്നെ സൈക്കോളജി വൈസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഇല്ല, ഓവർ ട്രേഡ് ചെയ്യണമെന്നില്ല, ഗ്രീഡ് ഇല്ല. ഗ്രീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാചകമാണ്. ആ ഗ്രീഡ് എന്നുള്ള സാധനം നമ്മൾ ഡിക്ഷണറിയിലേ പാടില്ല. ഓക്കെ, പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ എമൗണ്ട് ടേക്ക് ഔട്ട് ചെയ്യുക. വ്യക്തമായിട്ട് പ്രോഫിറ്റിൽ നിന്ന് ഇവിടെ നിന്നാണ് എൻ്റെ 1:2 ആവുന്നെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ടേക്ക് ഔട്ട് ചെയ്യുക. എന്നാൽ പിന്നെ ഇതുവരെ സാലം ഉണ്ടല്ലോ എന്ന് ഇങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഉള്ളതും കൂടെ പോവുകയുള്ളൂ. കറക്റ്റ് അതിനെ ടേക്ക് ഔട്ട് ചെയ്ത് മാറുക. മനസ്സിലായോ? ഓക്കെ അല്ലേ? നമ്മൾ ട്രേഡിങ്ങിനെ പവർഫുൾ ആക്കുന്നതെന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ്. നമ്മൾ മൾട്ടിപ്പിൾസ് അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും എമൗണ്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈവ് ആയിട്ടുള്ള എമൗണ്ട് കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനനുസരിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ ചെയ്യേണ്ടത് കോമ്പൗണ്ടിങ് ആണ്, അതല്ലാതെ ഗ്രീഡ് അല്ല. ഓക്കെ അല്ലേ? ക്ലിയർ? ക്ലിയർ? അപ്പോൾ ടെക്നിക്കൽ എഡ്ജ് ഉണ്ട്, റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്, സൈക്കോളജി ആസ്പെക്ട്സ് എല്ലാം മൂലത്തിലും നിങ്ങൾ പുലിയാണ് എങ്കിൽ നിങ്ങൾ അവസാനമായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് എന്താണിത്? ജേണലിംഗ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? അവസാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സാണ് ജേണലിംഗ്. എന്താണ് ജേണലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ജേണലിംഗ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബുക്കിൽ എഴുതി വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തിൽ ചെയ്യേക്കാം? നോഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. കേട്ടിട്ടുണ്ടോ? no, sir. യെസ് ബ്രോ, നല്ല ഓക്കെ, അപ്പോൾ നോഷൻ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ നോക്കുക, അല്ലെങ്കിൽ ക്രോമിലായാലും നോക്കുക. ഏതാണ് നിങ്ങൾ ബ്രൗസർ അടിച്ച് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോഷൻ്റെ ഒരുപാട് എങ്ങനെയാണ് അതിനകത്തൊരു നോഷൻ്റെ ഇത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഉണ്ട്. ഞാൻ കേട്ടില്ല. ആൻഡ്രോയിഡ് ആപ്പാണോ? ആൻഡ്രോയിഡ് ആപ്പാണ്. അപ്പോൾ അതിൻ്റെ സംഭവമുണ്ട്. പിന്നെ ഓൾസോ എൻ്റെ നോഷൻ്റെ ഒരു ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അലൈൻമെന്റും കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്ക് Sir, വേണമെങ്കിൽ അത് is that available in App Store, sir? ഓഫ് കോഴ്സ് യെസ് 100%. Okay. ആപ്പ് സ്റ്റോറിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ചെക്കൗട്ട് ചെയ്തതിനു ശേഷം നോഷൻ്റെ ഒക്കെ നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കുക, ഈ കാര്യങ്ങളനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് കിട്ടണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാൻ എന്ത് ചെയ്തുതരാം. എൻ്റെ ജേണലിൻ്റെ അതിൻ്റെ ഔട്ട്ലൈൻസും കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് അയച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. പക്ഷേ ഇച്ചിരിയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അത്രയും ഇപ്പോൾ കറണ്ട് നിങ്ങൾക്ക് ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കറണ്ട്ലി തുടക്ക സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബുക്കിൽ തുടങ്ങാം.
എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ബുക്കിൽ ജേണൽ പരമായിട്ട് എഴുതി വെക്കണം? ആദ്യം നിങ്ങളുടെ പെയർ. ആദ്യം നിങ്ങൾ വലത്തെ പേജ് ഇവിടെ നിന്ന് എഴുതുന്നു. ആദ്യം ഒന്നുമില്ല, ഇങ്ങനെ വരുന്നു. ഒരു ഓക്കെ, ഒരു വലിയൊരു പേജ് എടുക്കുന്നു. ഒരു നോട്ട് ബുക്കിന്റെ ഫസ്റ്റ് പേജ് എടുക്കുന്നു, കാര്യങ്ങൾ എടുക്കുന്നു. അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാ. ആദ്യം നിങ്ങൾ റൈറ്റ് സൈഡിൽ ഇവിടെ എന്ത് ചെയ്ത് വെക്കുക? നിങ്ങളുടെ ഡേറ്റും കാര്യങ്ങളും എല്ലാം എഴുതി വെക്കുക. ഡേറ്റും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ച് വ്യക്തമായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. പെയർ, ഏത് പെയറിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്തത്? യൂറോ USD ആണെങ്കിൽ എന്ത് ചെയ്യുക? യൂറോ USD. ഇനി അതല്ല ഗോൾഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഗോൾഡ്. ഓക്കെ, അപ്പോൾ ഏത് പെയറാണെന്നുള്ളത് നിങ്ങൾ ആദ്യം അവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷം മാർക്കറ്റ് അനാലിസിസ് ചെയ്യുക. ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. മാർക്കറ്റ് അനാലിസിസ് ഇൻ ഹയർ ടൈം ഫ്രെയിം. അപ്പോൾ മാർക്കറ്റ് അനാലിസിസിന് ഹയർ ടൈം ഫ്രെയിം കൊണ്ട് എന്താ മീൻ ചെയ്യണേ? നിങ്ങളുടെ എങ്ങോട്ടേക്കാണ് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം പ്രകാരം ട്രെൻഡ് എന്താണ്? അപ് ട്രെൻഡ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ? അതല്ലെങ്കിൽ എവിടെ നിന്നാണ് ഒരു കീ ലെവൽ അടുത്തതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു കീ ലെവൽ എന്താണ്? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് രേഖപ്പെടുത്താം. ക്ലിയർ ആയോ? മാർക്കറ്റ് അനാലിസിസിന് ഹയർ ടൈം ഫ്രെയിം എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്ത് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ ബ്രോ. ഓക്കെ. അതിനുശേഷം നെക്സ്റ്റ് നിങ്ങളുടെ പ്ലാൻ എന്താണ്? പ്ലാൻ മീൻസ് എന്താണ്? ഷോർട്ട് ആണോ അതല്ലെങ്കിൽ സെല്ലാണോ? ഷോർട്ട് ആണോ അല്ലെങ്കിൽ ബൈ ആണോ? ക്ലിയർ? അതായത് ആ ഒരു സെഷനിൽ നിങ്ങൾ നോക്കി കാണുന്നത് ഷോർട്ട് ആണോ ബൈ ആണോ? ഇപ്പോൾ യൂറോ USD ഞാൻ നോക്കുന്നു, മാർക്കറ്റ് അനാലിസിന്റെ ഹയർ ടൈം ഫ്രെയിം ഞാൻ പ്ലാൻ ചെയ്യുന്നു, അതിനനുസരിച്ച് ഞാൻ പ്ലാൻ പറയുന്നു. ഷോർട്ട് ആണോ ബൈ ആണോ എന്നുള്ളതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അടുത്ത എന്താണ്? ലോവർ ടൈം ഫ്രെയിം. അടുത്ത സാധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിം. ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് എന്തൊക്കെ നോക്കാം? ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇപ്പോൾ യൂറോ USD മാർക്കറ്റ് അനാലിസിന്റെ ഹയർ ടൈം ഫ്രെയിം പ്രകാരം അപ് ട്രെൻഡിലാണ് മാർക്കറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ബൈ ആണ്. അപ്പോൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് എനിക്ക് എന്ത് കിട്ടി? ഒരു MS കിട്ടി എന്നുള്ളത് നോട്ട് ചെയ്യുന്നു. നോട്ട് ചെയ്തതിന് ശേഷം വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു OBO FEGO, ഒരു ഓർഡർ ബ്ലോക്കോ അതല്ല എങ്കിൽ ഒരു FEGO എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. വിത്ത് ഏത് സമയത്ത്? പ്രോപ്പർ ആയിട്ടുള്ള ലണ്ടനിലോ ന്യൂയോർക്കോ ടൈമിൽ. ക്ലിയർ? ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ ആണോ? ഓക്കെ ബ്രോ. ഫസ്റ്റ് പെയർ, രണ്ട് മാർക്കറ്റ് അനാലിസിസിന്റെ ഹയർ ടൈം ഫ്രെയിം, ദെൻ പ്ലാന്, എന്താണ് നമ്മുടെ പ്ലാൻ എന്നുള്ളത്. പിന്നെ ലോവർ ടൈം ഫ്രെയിമിൽ എനിക്കൊരു MS കിട്ടി, അതേപോലെ തന്നെ ഒരു OBO ഒരു FEG ഫോം ചെയ്തു. അവിടെ നിന്നാണ് എൻ്റെ എൻട്രി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി അടുത്ത നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾ റിസ്ക് ചെയ്തിട്ടുള്ളത്? 1% ആണെങ്കിൽ 1% റിസ്ക് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ റിവാർഡ് എത്രയാണ്? റിവാർഡ് 1:2 അല്ലെങ്കിൽ 1:3 എത്രയാണോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിസ്ക് നമ്മൾ സെറ്റ് ചെയ്തു, ഓൾസോ റിവാർഡ് നമ്മൾ സെറ്റ് ചെയ്തു, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് SL അടിച്ചോ TP അടിച്ചോ എന്തായിക്കോട്ടെ, ISL അതല്ലെങ്കിൽ TP എന്താണെങ്കിലും, എന്തുകൊണ്ടാണ് SL അടിച്ചത് അല്ലെങ്കിൽ TP അടിച്ചത്? ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് കാരണങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കാരണങ്ങളൊന്നും തന്നെ ഇല്ല, ദെൻ എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക, നത്തിങ് ഇസ് ദർ. മനസ്സിലായോ? നിങ്ങൾക്ക് കാരണങ്ങളൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ 100% കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കുക, നത്തിങ് ഇസ് ദർ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇന്നിപ്പോ ഇനി ഇതിനെ ചോദിച്ചാണ് കാര്യമില്ല. 1:2 എന്നുള്ളതോ 1:3 എന്നുള്ളതോ 1:2.5 വേണമെങ്കിലും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമില്ല. പ്രോപ്പറായിട്ട് 1:2 അല്ലെങ്കിൽ 1:3, ഏതൊരു 1:2 ഓർ 1:3. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട ബ്രോയ്ക്ക് ചൂസ് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. പുറക്കെ ഒരു 1:2 എന്നുള്ള രൂപത്തിലേക്ക് നോക്കി കാണുന്നത് തന്നെ ആയിരിക്കും നല്ലത് വരിക. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഞാൻ പറയില്ലേ, പിന്നെ അങ്ങോട്ട് പറഞ്ഞു തരാം ഞാനത്. തുടക്കം നിങ്ങൾ എന്ത് ചെയ്യുക? 1:2 എന്നുള്ള രൂപത്തിൽ 1:3 എന്നുള്ള ഫോളോ അപ്പ് ചെയ്യുക. ബെറ്റർ 1:2 എന്നുള്ള രൂപത്തിലേക്ക് തുടക്കം ഫോളോ അപ്പ് ചെയ്ത് പോകണമായിരിക്കും നല്ലത്. കാരണം ആ ഒരു പേഷ്യൻസ് ഇച്ചിലൂടെ വേണ്ടി വരും 1:3 കാര്യങ്ങൾ, കാരണം അത്രയും ടാർഗറ്റ് ടേക്ക് ഔട്ട് ചെയ്യണം.
അപ്പോൾ തുടക്കം 1:2 എന്നുള്ള രൂപത്തിലേക്ക് ഫോളോ അപ്പ് ചെയ്യുക. ഒരു കാരണവശാലും 1:1 പോയി ബുക്ക് ചെയ്യാൻ നിൽക്കരുത്. 1 റിസ്ക് വെച്ചാൽ 1 രൂപ റിസ്ക് വെച്ചാൽ 2 രൂപ എടുത്തിരിക്കണം. ഓക്കെ, ആ റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾ പ്രോപ്പർ ആയാൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ട്രേഡർ ആയിരിക്കും. ക്ലിയർ ക്ലിയർ അല്ലേ? ആ ഓക്കെ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ പറഞ്ഞ എല്ലാ റൂളും ഞാൻ ഫോളോ ചെയ്തോ? റൂള് ഞാൻ എല്ലാം ഫോളോ ചെയ്തെങ്കിൽ വലിയ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് വെക്കാം? യെസ് എന്ന് എഴുതി വെക്കാം. ഓക്കെ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും ഈ എസ് ആണ്. അപ്പോൾ അവസാനം വരുന്ന ഈ എസ്സിലാണ് കളിയും കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്തിരിക്കണം? ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം, കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബുക്ക് ബൈ ബുക്കിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഓരോ ദിവസവും ഡേറ്റ് വലത്തെ അറ്റത്തിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേ കണക്ക് ഒരു ജേണലിൽ സെറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് ടെക്നിക്കൽ എഡ്ജ് ഉണ്ടാവും, ടെക്നിക്കൽ നിങ്ങൾ പുലിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ടാണെങ്കിലും നമ്മൾ പുലികളാക്കും, കാര്യങ്ങൾ ചെയ്യും. എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ SMC ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ അങ്ങോട്ട് CRT വരികയാണെങ്കിൽ CRT ICT ഇതുപോലെ ആ കേസാണെങ്കിൽ അതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ടെക്നിക്കൽ എഡ്ജിൻ്റെ കൂടെ വ്യക്തമായിട്ട് നിങ്ങളുടെ സൈക്കോളജി വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രേഡർ ആയിരിക്കണം നിങ്ങൾ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബാക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും സൈക്കോളജി പരമായി ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ഡിസിപ്ലിൻ ട്രേഡർ ആയിരിക്കണം. ഒരു തരത്തിൽ നിങ്ങളെ ഇമോഷൻസ് നിങ്ങളെ ബാധിക്കാൻ പാടില്ല. മനുഷ്യന്മാരാണ്, ബാധിക്കും, ഇടയ്ക്കിടയ്ക്ക് തീരുമാനങ്ങൾ പാടും, അത് സ്വാഭാവികമാണ്. പക്ഷേ അത് കൂടുതലാവാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ? ഒരിക്കലും ആ പറഞ്ഞൊറ്റ കാര്യം പ്രോസസ്സിന് എൻജോയ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡർ ആവും, ട്രേഡറിൽ വിജയിക്കും. ഓക്കെ, ഒരിക്കലും ഒരു മണി എന്നുള്ള രൂപത്തിലേക്ക് തുടക്കം അതിനെ നോക്കി കാണാതിരിക്കുക. അതെല്ലാം അതിൻ്റെ ഔട്ട്സോഴ്സ് മാത്രമാണ്, അത് വരും, അത് ഔട്ട്പുട്ടായിട്ട് അതിൻ്റെ പുറകെ വരും. അതെല്ലാം അവിടെ നിന്നോട്ടെ. ഈ ഒരു പ്രോസസ്സിനെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ എല്ലാം ട്രേഡിങ് വളരെ കിടിലായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, കോമ്പൗണ്ടിങ് കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് എത്താം, പൈസകളെല്ലാം ഉണ്ടാക്കാം, കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ തുടക്ക സമയങ്ങളിൽ ഇനീഷ്യൽ ഫേസിൽ ആ ഒരു മണി എന്നുള്ളതല്ല, ഗ്രീഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പ്രോസസ്സിനെ, ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് എയിൽ നിന്ന് തുടങ്ങി ഇസഡിൽ അവസാനിക്കുന്ന ഈ ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിനെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. 100% ട്രേഡർ ആവും. ക്ലിയർ? ഓൾസോ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ്. ആ റിസ്ക് മാനേജ്മെന്റിൽ ഒരു ദാക്ഷിണ്യവും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു കാരണവശാലും തയ്യാറാവരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? yes. ഓക്കെ അല്ലേ? അപ്പോൾ ബ്രോ, ഈ ബോറടിച്ച് റൂള് ഫോളോ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ട്രേഡ് എടുക്കണ മുമ്പല്ല യെസ് എക്സാക്ട്ലി റൂൾസ് അതെ, എക്സാക്ട്ലി അല്ല, റൂള് ഫോളോ ചെയ്ത് എന്നുള്ളത് ട്രേഡ് കഴിഞ്ഞതിന് ശേഷം കൂടെ വരും. ഏതായിരിക്കും വരുന്നത്? ഈ ടേക്ക് ഔട്ട് ഓക്കെ ബ്രോ. റിവാർഡ് 1:2 അല്ലെങ്കിൽ ചിലപ്പോൾ 1:1 ചിലപ്പോൾ നിങ്ങൾ എക്സിറ്റ് ചെയ്ത് മാറിയിരിക്കാം. 1:2 എന്താണ് ബ്രോയുടെ പ്ലാന്? 1:2 ആണെങ്കിൽ 1:2, 1:3 ആണെങ്കിൽ 1:3. അത് പ്രോപ്പറായിട്ട് ടേക്ക് ഔട്ട് ചെയ്യുന്നതോട് കൂടിയാണ് ആ റൂൾസ് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി ഫോളോ ആവുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ തെറ്റിച്ചാൽ റൂൾസ് ഫോളോ എന്നുള്ളത് നോ തന്നെയാണ്. ക്ലിയർ ആയോ? ഓക്കെ ബ്രോ. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന കുറേ ഗിമ്മിക്സ് വീഡിയോസും കാര്യങ്ങളും അതല്ല ട്രേഡിംഗ്. അതിനപ്പുറത്തൊരു ലോകമുണ്ട് ട്രേഡിങ്ങിൻ്റെ. അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരും വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടി ഞങ്ങളെ കണക്ട് ചെയ്യാം. സൈക്കോളജി പരമായിട്ടാണെങ്കിൽ എന്ത് കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം, നോ ഇഷ്യൂസ്. ഓക്കെ, എപ്പോഴെങ്കിലും നിങ്ങളെ മനസ്സൊന്ന് കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങൾ അതിലൂടെ എന്തായാലും കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ? പക്ഷേ സൈക്കോളജിയുടെ കേസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു പരിധി വരെ എല്ലാം നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഇരിക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ ഓക്കെ അല്ലേ? അതിന് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്യാം. ബുക്ക് വായിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ ബുക്കൊക്കെ വായിക്കുന്ന നല്ലതാണ്. ബുക്കൊക്കെ റീഡ് ചെയ്യുന്ന സ്വഭാവങ്ങളുണ്ടെങ്കിൽ ബുക്ക് വായിക്കുന്ന സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ബുക്കുകളും അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. ക്ലിയർ ക്ലിയർ ഓക്കെ ആണോ? ഓക്കെ അല്ലേ എല്ലാവരും? എന്തെങ്കിലും ചോദിക്കാണ്ടോ ഇനി? എന്തെങ്കിലും? പെയ്ഡ് ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഓൾറെഡി നമ്മളുടെ CRT ബാച്ചസ് ഉണ്ട് ബ്രോ. നമ്മുടെ CRT ICT വോളി എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് കോൺസെപ്റ്റ്. കേരളത്തിന്റെ ഞാനിത് ഫസ്റ്റ് ഫസ്റ്റ് ന്യൂ ജോയിനിങ് ആണ്. ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം. ഓക്കെ ഫൈൻ. നമ്മുടെ തന്നെ കേരളത്തിലെ ഫസ്റ്റ് ടച്ചഡ് ആയിട്ടുള്ള CRT ICT വോളി ട്രേഡിംഗ് അക്കാദമിയാണ്.
അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ പേഴ്സണൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ പറഞ്ഞ 100% ഓക്കെ ആണെങ്കിൽ മാത്രം ഓക്കെ ചെയ്താൽ മതി. ഓക്കെ ശരി ശരി ഓക്കെ. ഓക്കെ. അപ്പൊ വേറെ ബ്രോ അത് എന്തെങ്കിലും ചോദിക്കട്ടെ? ആരെ കണക്ട് ആക്കേണ്ടത്? നിഖിൽ ജസ്റ്റ് നിഖിൽ ബ്രോ. നിഖിലിനെ ഒന്ന് കണക്ട് ചെയ്താലും മതി. നിഖിലിനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ ബ്രോ. ഓക്കെ ഓക്കെ. എന്തെങ്കിലും ചോദിക്കാണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാണ്ടോ? എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഒരു പ്രശ്നമില്ല. സാറേ ഈ ഒക്ട എഫക്ട് എന്നുള്ള ബ്രോക്കർ നല്ലതാണോ? വേണ്ട 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 വേണ്ട. ഒക്ട അല്ല എഫക്സ് എന്നുള്ള ലിസ്റ്റ് ബ്രോക്കർ നമ്മൾ ബ്രോക്കർ നമ്മൾ സാറേ. നമ്മൾ നമ്മൾ ഓൾറെഡി അൽപ്പാരിയുടെ ബ്രോക്കർ ഉണ്ട്. നമുക്ക് ഓൾറെഡി നമുക്ക് കയ്യപ്പുള്ള ബ്രോക്കറാണ്. നിങ്ങൾക്ക് ഓക്കെ അൽപ്പാരിയോ? അൽപ്പാരി എന്നുള്ള ബ്രോക്കർ ഉണ്ട്. നമ്മൾ യൂസ് ഓക്കെ ചെയ്യുന്നതെല്ലാം അൽപ്പാരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഡ്രോവലോ അതല്ലെങ്കിൽ ഡെപ്പോസിറ്റോ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നിഖിലിനെ ഒന്ന് പേഴ്സണലി കണക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഞാൻ കണക്ട് ചെയ്തോളാം. ഓക്കെ ശരി. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതോടുകൂടി നിങ്ങളുടെ SMC ബാച്ച് 2ന്റെ ക്ലാസ് തിരശ്ശീല വീഴുകയാണ്. ഓക്കെ, എൻ്റെ ഒപ്പം ആവുകയാണ്. ഓക്കെ. ഇനി വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളെ പാർട്ടിസിപ്പൻസിന് എണ്ണം ഭയങ്കര കുറവ്. ബാച്ച് 1 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറവാണത്. അതിൽ 60-70 പേരായിരുന്നു അവസാന ക്ലാസ്സിലുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ കോമ്പറ്റീഷൻ്റെ കേസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. അപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കണ്ടോ ആർക്കെങ്കിലും? ആക്ച്വലി ഈ ക്ലാസ് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നു ഇത്ര കുറവ്. ആണല്ലേ? ലാസ്റ്റ് ബാച്ച് വരയ്ക്കും നല്ലപോലെ 10-30 ഒക്കെ കടന്നുണ്ടായിരുന്നു. എപ്പോഴും 30-40 ഒക്കെ ഓക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഓക്കെ. ബാച്ച് 1 ഇന്ന് ശനിയാഴ്ച കൊണ്ടായിരിക്കാം. മനസ്സിലായി. ബാച്ച് 1 ടേക്കൗട്ട് ഞാനായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് ഒരു 60 അത്ര ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവസാനം വരെ അങ്ങ്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. ഓറിയന്റേഷൻ. ഇതിപ്പോ നമുക്ക് ലാസ്റ്റ് ആണ് ക്ലാസ് കിട്ടിയത് തന്നെ. ഫസ്റ്റ് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെപ്പോഴാണ് കണക്ട് ആയത്, നമ്മൾ ജോയിൻ ആക്കി. ഓക്കെ 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 ഫൈൻ ഫൈൻ ഫൈൻ. അപ്പോൾ എന്തായാലും ഒരു കോമ്പറ്റീഷൻസ് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന് കുറച്ച് ക്രൈറ്റീരിയസും കാര്യങ്ങളുണ്ട്. വളരെ നമ്മളെ പെയ്ഡിന് പോലും ഫ്രീ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള സ്കീമൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ഞങ്ങൾ അനൗൺസ് ചെയ്യും. ഒരു സെഷൻ എന്തായാലും അതിനുണ്ടാവും. അപ്പോൾ വേറെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലി SMC ബാച്ച് 2ന്റെ ഈ ക്ലാസ് ഇവിടെ എൻ്റെ ഒപ്പം ആവുകയാണ്. അതിന് മുമ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെങ്കിലും എന്തെങ്കിലും പേഴ്സണലി നിങ്ങൾക്ക് അറിയണമെങ്കിലും ചോദിക്കാം. സാറ് പെയ്ഡ് ക്ലാസ്സിന് അതിന്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ ചാർജസ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാൻ അത് പറ്റുമോ? അത് ലൈവ് പറയുന്നതിനെക്കാട്ടും നല്ലത് പേഴ്സണലി കണക്ട് ചെയ്യണമായിരിക്കും അല്ലേ? വിളിച്ച് ആ സംസാരിക്കും. ഓക്കെ 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 ശരി ഓക്കെ. ശരി ഡീറ്റെയിൽ ഓക്കെ. ആയിട്ട് സംസാരിക്കും. ഓക്കെ.